89.6 FM Sargakshetra. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമുക്കറിയാം, ഈ ജാനുവരി 15 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള വ്യക്തികളുടെ ഒരു ദിവസമാണെന്ന്, ആർമി ഡേ. സോ നമ്മൾ ഇന്ന് ഉയരയിലൂടെ ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഓൾറെഡി ഈ ഒരു മേഖലയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വേണ്ടി ഒരു ഇൻസ്പിറേഷൻ ആവാൻ ഒരു എക്സ്പേർട്ടിനെ തന്നെയാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്ന് ഉയരയിൽ സ്വാഗതം ചെയ്യാം കൊമഡോർ നീരിയാംപറമ്പിൽ അനിൽ ജോസ് ജോസഫ്, വിശിഷ്ട സേവാ മെഡൽ, ഇന്ത്യൻ നേവി, റിട്ടയർഡ്. ഹായ് സർ. Good morning. Namaskaram. Good morning to everybody and happy to be here. It's a privilege to be here. Thank you. Yes, ആദ്യം തന്നെ ഒരു ന്യൂ ഇയർ വിഷസ് അറിയിക്കുന്നു സർ. Okay, that's wonderful. It's a good reminder. Okay, happy new year to everybody, to all the listeners over there. Happy new year. Wish you a very happy new year. Good health and happiness always, and God bless you. Thank you. And sir, നമുക്കറിയാം 2025 നമ്മളിതാ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഈ ഒരു വർഷം ഏറ്റവും ബ്യൂട്ടിഫുൾ ആവട്ടെ. ആദ്യം തന്നെ നമ്മൾ ടീമും സാറിന് വിഷ് ചെയ്തു. Thank you. Same to you all as well. Yeah, thank you. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ജാനുവരി 15 എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരെയും സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ആർമി ഡേ ആണ്. സാർ നമ്മുടെ നേവിയുടെ തലപ്പത്ത് തന്നെ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, സർവീസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, നമുക്കറിയാം. സോ സാറിൻ്റെ കുറേയധികം എക്സ്പീരിയൻസും സാറിൻ്റെ കുറേയധികം വിശേഷങ്ങളും നമ്മൾ ഇന്ന് ഉയരയിൽ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. Thank you. നമുക്ക് എന്നാൽ തുടങ്ങാം അല്ലേ? ഓക്കെ, അപ്പോൾ സാർ നമുക്ക് ഈ ഒരു ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടാവും ആക്ച്വലി? അത് ആർമി ഡേ ശരിക്കും ജനുവരി 15 നമ്മൾ ആർമി ഡേ ആയിട്ട് എന്തിന് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ആദ്യമത്തെ ക്വസ്റ്റ്യൻ. നമ്മൾ ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് 1949 ആദ്യമായിട്ട് ഇന്ത്യൻ ചീഫായിട്ട് വരുന്നത് ജനറൽ കരിയപ്പയ. ലേറ്റർ ബിക്കേം ഫീൽഡ് മാർഷൽ കരിയപ്പ. 2 ഫീൽഡ് മാർഷൽസേ ഉള്ളൂ, ഫീൽഡ് മാർഷൽ കരിയപ്പയും ഫീൽഡ് മാർഷൽ മനക്ഷായും. അപ്പം ആദ്യമായിട്ട് ഇന്ത്യൻ ചീഫായിട്ട് കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദി ഇന്ത്യൻ ആർമി, ഇന്ത്യൻ കമാൻഡർ ഇൻ ചീഫ് വരുന്നത് 1949 15 ജാനുവരി. അപ്പോൾ ആ ഡേ ആണ് നമുക്ക് നമ്മളുടെ ആർമി ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതതിൻ്റെ മെയിൻ റീസൺ. പക്ഷേ അതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ചെറിയൊരു കഥയുണ്ട്. ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ് നമ്മുടെ ചീഫ് മാറാനായിട്ട് ഒരു ബ്രിട്ടീഷ് ചീഫായിരുന്നു. ബ്രിട്ടീഷ് ചീഫിനെ മാറ്റിക്കഴിഞ്ഞിട്ട് ആ സമയത്ത് നമ്മുടെ ക്യാബിനറ്റ് ഇൻക്ലൂഡിങ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുയുടെ ഡിസ്കഷനിൽ നടന്നത് നമ്മുടെ ഇന്ത്യൻസ് ആർ വി ഫിറ്റ് ടു ടേക്ക് ഓവർ ദി ആർമി എന്നായിരുന്നു. അപ്പോൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം പുറകെ വേറെ ഒരു ജനറൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം പുള്ളി പയ്യെ പറഞ്ഞു, അങ്ങനെയാകുമ്പോൾ നമ്മൾ പൊളിറ്റിക്സും ബ്രിട്ടീഷുകാരുടെ തന്നെ കൊടുത്തു വിടണ്ടേ, നമ്മളാരെങ്കിലും ഫിറ്റാണോ ലീഡർഷിപ്പ് എടുക്കാൻ? അത് കേട്ട് കഴിഞ്ഞിട്ടാണ് അപ്പം പുള്ളി പറഞ്ഞു, എന്നാൽ നിങ്ങളാവുന്നോന്ന് പുള്ളിയോട് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, എൻ്റെയും കാട്ടിയ നല്ല ജനറൽസ് ഇവിടെ ഉണ്ട്, ഒരു ജനറൽ കരിയപ്പ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ജനറൽ കരിയപ്പ ആവുന്നത്. അപ്പോൾ അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അപ്പോൾ വേറെ ഒരു ജനറലിനൊരു സ്ട്രെങ്ത് ഉണ്ടായിരുന്നു, ഒരു മോറൽ കറേജ് ഉണ്ടായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ റിമൈൻഡ് ചെയ്യാൻ. ഇഫ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ക്യാൻ റൂൾ ഇന്ത്യ, then any Indian can also rule, be the commander in chief of the Indian army. ശരിയാണ്, തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ആക്ച്വലി 15 ജാനുവരി ആയിട്ട് സെലിബ്രേറ്റ്, ഇന്ത്യയിൽ 15 ജാനുവരി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന റീസൺ ഇന്ത്യൻ ആർമി ചീഫ് വരുന്ന ഇന്ത്യ. ഓക്കെ. അപ്പോൾ എന്തായാലും ഇന്ന് ആർമി ഡേ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഉയരെയാണ്. നമ്മൾ എന്തായാലും കുറേയധികം കാര്യങ്ങൾ അറിയുന്നുണ്ട്. സോ അതൊക്കെ അറിയാനായിട്ട് ഒരു പാട്ടിലൂടെ തന്നെ ആരംഭിക്കാം അല്ലേ സാർ? ഓക്കെ, ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മുടെ റേഡിയോയിൽ ഒരു കിഡിലൻ പാട്ട് വരുന്നുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. 89.6 FM Sargakshetra. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം അന്നെയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ ഉയരയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു മേഖലയുണ്ട്, നമ്മുടെ രാജ്യത്തെ തന്നെ സേവിക്കുന്ന ആർമി എന്ന് പറയുന്ന ആ ഒരു മേഖല. സോ ഇന്ന് ഈ ജാനുവരി 15 നമ്മൾ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഉയരയിൽ ആർമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേയധികം ഇൻഫോർമേഷൻസും കുറേയധികം കാര്യങ്ങളും നമ്മൾ അറിയുന്നുണ്ട്, പറയുന്നുണ്ട്. അതിനായിട്ട് ഒരു ബെസ്റ്റ് എക്സ്പേർട്ട് തന്നെ നമ്മോടൊപ്പം കൂടെയുണ്ട്, നമ്മുടെ സ്വന്തം കൊമഡോർ അനിൽ സാർ.
സാർ വീണ്ടും നമസ്കാരം. വീണ്ടും നമസ്കാരം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ജാനുവരി 15 നമ്മൾ ആർമി ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി നമുക്ക് സാറിൻ്റെ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് ആദ്യം തന്നെ വരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സാറിൻ്റെ ഈ ഒരു ഇന്ത്യൻ നേവിയിൽ സാറിൻ്റെ ഈ ഒരു സർവീസ് തുടങ്ങിയിട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ടായിരുന്നു? ഞാൻ 36 ഇയേഴ്സ് സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ ട്രെയിനിങ് പീരീഡും കൂടെ കൗണ്ട് ചെയ്താൽ ശരിക്കും 45 ഇയേഴ്സായി. 77 ഞാനൊരു മിലിറ്ററി സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത് ദെറാദൂണിൽ. ഇറ്റ്സ് എ വെരി യുണീക്ക് മിലിറ്ററി സ്കൂൾ. എന്നാന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഒരു കൊച്ചിനെ എടുക്കത്തുള്ളൂ അവിടെ. അപ്പം സൈനിക് സ്കൂളും മിലിറ്ററി സ്കൂളുമായിട്ട് ഒരു ഇച്ചിരി വ്യത്യാസമുണ്ട്. രാഷ്ട്രീയ ഇന്ത്യൻ മിലിറ്ററി കോളേജ് എന്ന് പറഞ്ഞുകൊണ്ട് സൈനിക് സ്കൂൾസ് കൂടുതലും ഒരു സ്റ്റേറ്റിൽ നിന്ന് തന്നെ പഠിക്കുന്ന പിള്ളേരാണ് കൂടുതലും. ആൻഡ് ഒരു ക്ലാസിൻ്റെ സ്ട്രെങ്ത് വുഡ് ബി ക്ലോസ് ടു 90 or 100. ഞങ്ങളുടെ അവിടെ ഒരു ക്ലാസിൻ്റെ സ്ട്രെങ്ത് 20-25. എനിക്ക് എൻ്റെ ക്ലാസ്മേറ്റ്സ് പാസ് ഔട്ട് ആയവർ ഞങ്ങൾ 18 പേരേ ഉള്ളൂ. അപ്പം ഞാൻ ആ മിലിറ്ററി സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ശരിക്കും 1977 തൊട്ട് ഞാൻ ഇതിനകത്തുണ്ട്, ഫ്രം ദി ഏജ് ഓഫ് 11. അപ്പോൾ ഇതിനകത്ത് ഇപ്പം ചോദിച്ചതിനകത്ത് ഞാൻ ശരിക്കും സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പം എനിക്ക് അച്ഛനാവാനായിരുന്നു ആഗ്രഹം. പള്ളിയിലച്ഛൻ. കണ്ടോ, അത് കേട്ടപ്പം തന്നെ ചിരിക്കാൻ തുടങ്ങി. ഓക്കെ, എനിവേ, അപ്പം അവിടെ ചെന്നിട്ടാണ് എൻ്റെ തോട്ട് പ്രോസസ്സ് മാറുന്നത്. ആ മിലിറ്ററി സ്കൂളിലെ എൻവയറൺമെൻറ്റാണ് എന്നെ മാറ്റിയെടുത്തത്. തിരിച്ച് എന്നാ ഒരു മിലിറ്ററി വേണമെന്ന്, എനിക്ക് മിലിറ്ററി വേണമെന്നായിരുന്നു, എനിക്ക് ആർമി തന്നെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം എന്നാന്ന് പറഞ്ഞാൽ ആ എൻവയറൺമെൻറ്റ് അവിടെ ഞങ്ങളെ പഠിക്കുന്ന സ്കൂളിൽ കൂടി ഒരു ആർമിക്കാരാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ആർമി വേണം, ഇൻഫൻട്രി വേണം, ഗോർക്ക റൈഫിൾസും വേണമെന്നുള്ള അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സായിരുന്നു. അപ്പം ഞങ്ങളുടെ NDA എക്സാം എഴുതിയപ്പം എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഗീവ് യുവർ ചോയ്സസ് നേവി. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ആർമി വേണം, ഞാൻ എന്തിനും എൻ്റെ ചോയ്സ് നേവിയായിട്ട് കൊടുക്കണമെന്ന്. അപ്പം പറഞ്ഞു നേവിയുടെ വേക്കൻസീസ് NDA 40 ഉള്ളൂ, ആർമിയുടെ വേക്കൻസീസ് 200. അപ്പം നമ്മൾ നേവി കൊടുത്താൽ ഭാവി നമ്മൾ നേവിയിൽ നിന്ന് ആർമിയിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്, ആർമിയിൽ നിന്ന് തിരിച്ച് നേവിയിലോട്ട് ചേഞ്ച് ചെയ്യാൻ പാടാണ്. അപ്പോൾ ഇതാണ് അപ്പം പറഞ്ഞ ലോജിക്ക്. അപ്പം ഞാൻ അതനുസരിച്ച് എഴുതി. അപ്പം നേവി, ആർമി, എയർഫോഴ്സ് എന്നായിരുന്നു എൻ്റെ ചോയ്സ്. പിന്നെ NDL 3 വർഷത്തെ ട്രെയിനിങ് NDL. അപ്പോൾ രണ്ടാമത്തെ വർഷം കഴിഞ്ഞ് ഞാൻ പിന്നെയും അപ്ലൈ ചെയ്തു ടു ചേഞ്ച് ഫ്രം നേവി ടു ആർമി. അപ്പം ഞാൻ 18 വയസ്സായിട്ടില്ല. അപ്പോൾ എൻ്റെ അപ്പൻ്റെ പെർമിഷൻ വേണം ചേഞ്ച് ഓവറിന്. അപ്പൻ പേരൻസ് കൺസെൻറ്റ് തന്നില്ല. അങ്ങനെയാണ് ഞാൻ നേവിയിലോട്ട് വരുന്നത്. അപ്പോൾ നോട്ട് ദാറ്റ് ഇറ്റ് ഇസ് ബാഡ്, നേവി 3 സർവീസും നല്ലതാണ്. പക്ഷേ എനിക്ക് കൊച്ചിലെ തൊട്ട് ആർമി ആയിരുന്നു എൻ്റെ ശരിക്കുള്ള ആഗ്രഹം. അതിനകത്ത് ഇതൊന്നുമില്ല. ശരിക്കും പിന്നെയാണ് ഞാൻ അറിയുന്നത്, ഇപ്പോൾ ഒത്തിരി വർഷം കഴിഞ്ഞാണ് അറിയുന്നത്. അപ്പൻ ആർമിയിലായിരുന്നു. ഞാൻ മിലിറ്ററി സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പം എൻ്റെ അമ്മയ്ക്ക് താല്പര്യമില്ലായിരുന്നു ഞാൻ അവിടെ ജോബ് പോകണമെന്ന്, വീട് വിട്ട് പോകണമെന്നുള്ളതൊക്കെ താല്പര്യമില്ലായിരുന്നു. അപ്പം നെയ്ബേഴ്സ്, ഒരു നേവൽ ഓഫീസർ ഉണ്ടായിരുന്നു, അവരൊക്കെയാണ് കൺവിൻസ് ചെയ്തത്. അപ്പോൾ ശരിക്കും അമ്മ അപ്പൻ്റെ നിന്ന് എടുത്ത ഒരു പ്രോമിസാണ്, ഞാൻ ജോയിൻ ചെയ്യുവാണെങ്കിൽ ആർമി ജോയിൻ ചെയ്യത്തില്ല, നേവി ജോയിൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് ഞാൻ അറിയുന്നില്ല, കുറേ വർഷം കഴിഞ്ഞാണ് അറിയുന്നത്. അപ്പോൾ എങ്ങനെ ചതിച്ചാണ് നേവിയിലോട്ടാക്കിയെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ കൺവിൻസിങ് സ്റ്റാഫ്, യെസ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നേവി വന്നത്. നേവി പിന്നെ 36 ഇയേഴ്സ് ഓഫ് സർവീസ് ഉണ്ട്. ഞാൻ 31 October 2021 ഞാൻ റിട്ടയർ ചെയ്യുന്നത്. സൂപ്പർ ആനുവേറ്റ് എന്ന് പറയും. അത് കഴിഞ്ഞ് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഏജ് അനുസരിച്ചാണ് ഞങ്ങൾ അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പം വേണമെങ്കിലും റിട്ടയർ ചെയ്യാം. പെൻഷൻ വേണമെങ്കിൽ ഒരു സെയിലറിന്, ഒരു ജവാനിന് 15 ഇയേഴ്സ് കഴിഞ്ഞ് ഇറങ്ങണം, ഓഫീസേഴ്സിന് 20 ഇയേഴ്സ്. അതിന് മുമ്പ് ഇറങ്ങണമെങ്കിലും ഇറങ്ങാൻ പെൻഷൻ കിട്ടത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ ഒരു ഏജ് ഉണ്ട്, നമുക്ക് അതിൽ കൂടെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കമഡോർ ഉള്ള റാങ്ക്, കമഡോർ എന്ന് പറഞ്ഞാൽ ആർമിയിലെ ബ്രിഗേഡിയർ. അപ്പോൾ ആ റാങ്കിൽ എനിക്ക് 56 വയസ്സ് കഴിഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യണം. അപ്പം 31 October 2021 ഞാൻ കമ്പൽസറിയാണ്. ഇപ്പോൾ ഒരു അഡ്മിറലായ 58, വൈസ് അഡ്മിറലായാൽ 60, അങ്ങനെയാണ് ഞങ്ങളുടെ. അപ്പോൾ ആ സാധാരണ മറ്റേ ഗവൺമെൻറ് സർവീസ് പോലെ ഫിക്സ്ഡ് 60 അല്ല, ഞങ്ങളുടെ ഏജ് അനുസരിച്ചാണ് ഒരാൾക്കാർ. അതിനും ഒരു ലോജിക്കുണ്ട്. അതിൻ്റെ ലോജിക്ക് ബേസിക്കലി ആരെങ്കിലും സീനിയർ റാങ്കിൽ ഇരുന്നാൽ കൂടുതൽ സമയം സേവനം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എല്ലാവരും 60 വർഷമാണെങ്കിൽ എല്ലാവരും മുകളിലെത്തുന്ന ആൾക്ക് ഒരു 2-3 വർഷമേ കിട്ടത്തുള്ളൂ. ഇപ്പം IAS IPS നോക്കിയാൽ മുകളിലെത്തുമ്പം 1 വർഷം. ഇവിടെ ഞങ്ങളുടെ ചീഫിന് 3 വർഷം കിട്ടും. താഴെയുള്ള ഓരോ അഡ്മിറൽമാർക്കെല്ലാം ഒരു 10-12 വർഷം കിട്ടും ആ സീനിയർ റാങ്കിൽ സെർവ് ചെയ്യാൻ. അപ്പോൾ അതാണ് അതിൻ്റെ ലോജിക്ക്. അപ്പം അതിനകത്ത് നമുക്ക് പറയാം ഒരു എക്സ്പീരിയൻസ് ആളെ നമ്മൾ നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാം. പക്ഷേ പട്ടാളത്തിലുള്ള ലോജിക്ക് അതാണ്. അപ്പം യു മേക്ക് വെയിറ്റ് ടു ഫോർ ദി നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ള ഒരു ലോജിക്കാണ്. അപ്പം സോ ഐ റിട്ടയർഡ് ആഫ്റ്റർ 36 ഇയേഴ്സ് ഇൻ ദ നേവി 31 October 2021. അപ്പം ഞാൻ കൊച്ചിയിലെ സ്റ്റേഷൻ കമാൻഡറായിട്ട് റിട്ടയർ ചെയ്തത്. അതൊരു വലിയൊരു അനുഗ്രഹമാണ് ശരിക്കും. നമ്മുടെ തന്നെ നാട്ടിലെ ബേസിൻ്റെ ഇൻചാർജായിട്ട് റിട്ടയർ ചെയ്യണമെന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. തീർച്ചയായും. അപ്പം അത് കഴിഞ്ഞ് 3 വർഷം ഇപ്പോൾ റിട്ടയർ ആയി കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും 3 വർഷത്തിന് ശേഷവും സാറിൻ്റെ സർവീസ് തീർന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനങ്ങളെ സേവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അതെ, ഞാൻ പറയുന്ന മിലിറ്ററി ഇസ് എ വേ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ഒരു ദൈവവിളി എന്നാണെന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. അപ്പം നമ്മളത് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ റിട്ടയർ ചെയ്ത് കഴിഞ്ഞും നമ്മുടെ ജീവിത ശൈലിയിൽ അത് തന്നെ കാണും.
അപ്പം അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഫേർട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം ഞാൻ കൂടുതലും മെൻറ്ററിങ്, ഗ്രൂമിങ്, പിള്ളേരെ ഗൈഡ് ചെയ്യുന്നു, കൗൺസിൽ ചെയ്യുന്നു, ഓരോ സ്കൂളും കോളേജിൽ ലെക്ചർ കൊടുക്കുന്നു. നേവൽ ബേസിൽ തന്നെ ഞാൻ തിരിച്ചു പോകുന്നുണ്ട് ക്ലാസ് എടുക്കാൻ. അവിടെ ഞങ്ങൾക്കൊരു സെൻറ്റർ ഉണ്ട്, സെൻറ്റർ ഫോർ എത്തിക്സ്, ലീഡർഷിപ്പ് ആൻഡ് ബിഹേവിയറൽ സ്റ്റഡീസ്. അപ്പോൾ എല്ലാ ബാച്ച് ഓഫ് പിള്ളേർ വരുന്നവർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ലീഡർഷിപ്പ്, ഓർഗനൈസേഷൻ ബിഹേവിയർ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, സോഷ്യൽ എറ്റിക്കേറ്റ്, ഇങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾ അടുത്ത ജനറേഷന് പങ്കുവെക്കുമ്പം നമുക്കും അതിൻ്റെ ഉള്ള അനുഗ്രഹമുണ്ട്, പിള്ളേർക്ക് അതിൻ്റെ ബെനിഫിറ്റും ഉണ്ട്. അപ്പം ആ രീതിയിൽ പോകുന്നു. അതെ, എനിക്കും പറയാനുള്ളത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഉയരെ കേൾക്കുന്നതോടുകൂടി നല്ല ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. നമ്മളെന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മൾ ഉയരയിൽ ആർമി ഡേ സ്പെഷ്യൽ ഒരു ഇൻഫർമേഷൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കൂടെയുള്ളത് നമ്മുടെ സ്വന്തം കമഡോർ അനിൽ സാർ. സാർ, അതുപോലെ സാറിൻ്റെ നമ്മുടെ ഫുൾ നെയിം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴുണ്ടായിരുന്നു, വിശിഷ്ട സേവാ മെഡൽ എന്ന് പറഞ്ഞ്. സോ സാറിന് എങ്ങനെയായിരുന്നു ആ ഒരു മെഡൽ, ലൈക്ക് അങ്ങനെ ഒരു സ്ഥാനത്തേക്ക്? വിശിഷ്ട സേവാ മെഡൽ എനിക്ക് കിട്ടുന്ന 2014 നമ്മൾ സാധാരണ നമ്മൾ ഓരോ സേവനം ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം അറിയത്തില്ല. എനിക്ക് അതല്ലാതെ 2 കമൻഡേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഒരു ചീഫിൻ്റെ കമൻഡേഷനും ഒരു കമാൻഡർ ഇൻ ചീഫിൻ്റെ കമൻഡേഷൻ. ആദ്യമത്തെ ചീഫിൻ്റെ കമൻഡേഷൻ കിട്ടുമ്പോൾ എനിക്ക് അറിഞ്ഞു പോലും ഇല്ല. അനൗൺസ് ചെയ്ത് വരുമ്പോഴാണ് അത് അറിയുന്നത് എനിക്ക് കിട്ടിയെന്നുള്ളത്. അപ്പോൾ പേര് പോയപ്പം പോലും എനിക്കറിയാൻ മേലായിരുന്നു. അങ്ങനെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത് മറ്റേ രണ്ടും ഒരു ജനറൽ ഐഡിയ ഉണ്ടായിരുന്നു, പേര് പോയിട്ടുണ്ടെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ നേരം നമ്മൾ നമ്മുടെ വർക്കിൻ്റെ ഒരു റിക്കഗ്നീഷനാണ്. വിശിഷ്ട സേവാ മെഡൽ എന്ന് പറഞ്ഞാൽ ഫോർ എ ലോങ് പീരീഡ് ഓഫ് സർവീസ് നമ്മൾ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടുള്ളതിൻ്റെ ഒരു മെഡലാണ്. അത് പ്രസിഡൻറ്റിൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഞാൻ കൂടുതലും പറയുന്നത് കിട്ടുന്നതിന് നമ്മുടെ കയ്യിലല്ല. അപ്പം നമ്മൾ കുറേ സമയത്ത് നമ്മൾ ആഗ്രഹിച്ച സമയത്ത് കിട്ടണം, നമ്മൾ നല്ല ജോലി ചെയ്തു, കിട്ടണമെന്ന് പറയുന്ന സമയത്ത് കിട്ടിയിട്ടില്ല. നമ്മൾ ഓർക്കാതെ ഇരുന്ന സമയത്ത് ചിലപ്പം കിട്ടിയെന്നിരിക്കും. അപ്പം ഇറ്റ് ക്യാൻ ഹാപ്പൻ ടു മോസ്റ്റ് പീപ്പിൾ. അപ്പം നമ്മൾ ആ രീതിയിൽ ഒരു റെക്കഗ്നീഷൻ, ഐ എം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. കിട്ടിയെന്നുള്ളതിൻ്റെ കിട്ടാത്ത എത്ര ബാച്ച് ഫ്രണ്ട്സ് കാണും, ബാച്ച് മേറ്റ്സ് കാണും. പക്ഷേ ചില സമയത്ത് നമ്മൾ ഓർക്കും ഇതിൽ കൂടുതൽ കിട്ടണമെന്നും നമുക്ക് ആ ഒരു തോന്നലുണ്ട്. ഞാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തല്ലോ, കുറച്ചും കൂടെ കിട്ടണമെന്നുള്ള ഒരു തോന്നലും വരും ഇടയ്ക്കിടയ്ക്ക്. ബട്ട് യെസ്, ഐ സപ്പോസ് വൺ മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ്. ബിക്കോസ് നമ്മൾ ആ സമയത്ത് കമ്പയർ ചെയ്യേണ്ടത് വേറെ ആർക്ക് എത്ര നല്ല ബാച്ച് മേറ്റ്സിന് കിട്ടാത്ത ഒരു ബാച്ച് മേറ്റ്സും ഉണ്ട്. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എല്ലാം പോകുന്നത്. ബട്ട് വി ഷുഡ് ബി ഹാപ്പി. അത് വെച്ചുകൊണ്ട് കോളിംഗ് എന്ന് പറഞ്ഞ ദൈവവിളി. അതെ, ഉറപ്പായിട്ടും. എനിക്ക് പറയാനുള്ളതും സാറിന്റെ ജീവിതം പറഞ്ഞപ്പോൾ ആദ്യം അച്ഛനാവണം എന്നുള്ള ആഗ്രഹവുമായി ചെന്നത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു അല്ലേ? അല്ല, ഞാൻ അതും ആൾക്കാർ സാധനം സ്കൂളിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ ചോദിക്കാറുണ്ട്, അച്ഛനാവാൻ പോകുന്ന ആള് മിലിറ്ററിയിൽ അങ്ങനെ കയറി. അപ്പം ഞാൻ ഒന്ന് പറയുന്നത്, ഇപ്പം നേവിയിലായതുകൊണ്ട് 2 യൂണിഫോം ഒന്നാണ്, വെള്ള. പക്ഷേ അത് എന്താ ശരിക്കും നമ്മൾ ഇച്ചിരി സീരിയസ് ആയിട്ട് ആലോചിച്ച 2 സേവനമാണ്. അതെ, തീർച്ചയായിട്ടും. വെദർ യു ആർ ഇൻ ദ മിലിറ്ററി. അപ്പം ഞാൻ വളഞ്ഞു തിരിഞ്ഞ് ഞാൻ അവിടെ തന്നെ വന്നെന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അച്ഛനാവാനുള്ള എൻ്റെ പേരപ്പൻ അച്ഛനായിരുന്നു, ഗ്രാൻഡ് ഫാദർ പേരപ്പൻ അച്ഛനായിരുന്നു, ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദർ അച്ഛനായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കൊച്ചിലെ കണ്ടു വളർന്നത് അവരായിരുന്നു ഇൻസ്പിറേഷൻ. പക്ഷേ ഓക്കെ, ബട്ട് അവിടെ ചെന്നു ആ മിലിറ്ററി എൻവയറൺമെന്റിൽ ഒരു പക്ഷേ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ 2 സേവനമാണെന്ന് നമുക്ക് പറയാം. അതെ, ഉറപ്പായിട്ടും. ഇപ്പോൾ നേരത്തെ സാർ പറഞ്ഞതുപോലെ ആദ്യം അച്ഛനാവണമെന്നായിരുന്നു ആഗ്രഹം, പിന്നെ നമുക്ക് ആർമിയിൽ പോകണമെന്നായിരുന്നു. പക്ഷേ നമ്മളിത് വീണ്ടും നേവിയിലേക്ക് എത്തി. സോ നേവിയിലേക്ക് എത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലത്തേക്കാണല്ലോ നമ്മൾ ചെന്ന് പെടുന്നത്. സോ ആദ്യം ചെന്ന ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ എക്സ്പെക്ട് ചെയ്ത കാര്യങ്ങളാണോ അവിടെ നിന്ന് കിട്ടിയത്? ഈസി ആയിരുന്നോ അതോ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നോ? അല്ല, ഈസി സ്ട്രഗിൾസ് പറഞ്ഞാൽ നമ്മളിപ്പം ഞാൻ ലക്കിലി ഞാൻ കുറച്ചും കൂടെ ലക്കി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ ആ മിലിറ്ററി സ്കൂളിൽ പഠിച്ചുകൊണ്ട് RIMC പഠിച്ചുകൊണ്ട് നമ്മൾ ഓൾറെഡി ആ രീതിയിൽ ഗ്രൂംഡ് ആയിരുന്നു. അപ്പം RIMC നാഷണൽ മിലിറ്ററി കോളേജ് ഞങ്ങളുടെ ട്രെയിനിങ് കോമണാണ്, ആർമി നേവി എയർഫോഴ്സ് കോമണാണ്. NDAയിലും ആദ്യമത്തെ 2 വർഷം കോമൺ ട്രെയിനിങ്ങാണ്. അത് കഴിഞ്ഞ് 2ാമത്തെ വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ബ്രാഞ്ചസ് ആയിട്ട് നേവി ആർമി എയർഫോഴ്സിലോട്ട് തിരിക്കത്തുള്ളൂ. അപ്പോൾ അതിനകത്തും തിരിക്കുന്നത് നമ്മൾ ബേസിക്കലി ഇച്ചിരി സർവീസ് സബ്ജക്ട്സിൻ്റെ നോളജ് കിട്ടാൻ വേണ്ടിയേ ഉള്ളൂ. പക്ഷേ ട്രെയിനിങ് ഈസ് കോമൺ. അപ്പം നമ്മൾ കൂടുതലും മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഇതിനകത്ത് നമ്മളെ ടു ഫേസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമ്മൾ പറ്റണം. അപ്പോൾ അതിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത്രയും ലോങ് ഒരു ഗ്രൂമിങ് ആകുമ്പം
നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുദ്ധിമുട്ടായിട്ട് കാണുന്നില്ല. എന്താ പറഞ്ഞാൽ കൂട്ടുകാരുണ്ട് കൂടെ, എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു രീതി തീർച്ചയായും ബുദ്ധിമുട്ടില്ലെന്ന് പറയത്തില്ല. എന്താണെന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി നേവിയിൽ നമ്മളുടെ ആദ്യമത്തെ 6 മാസം NDA കഴിഞ്ഞ് ആദ്യമത്തെ 6 മാസം സീ കാഡറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സീ കാഡറ്റ്സ് ട്രെയിനിങ്ങിന് നമ്മളെ വിളിക്കുന്നതും അല്ലെങ്കിൽ ഞാനും ഒരു അതിൻ്റെ ഇൻസ്ട്രക്ടറായിട്ട് നിന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പിള്ളേരോട് പറയുന്നത് യു ആർ ദ സ്കം ഓഫ് ദി എർത്ത്, യു ആർ ദ ലോവസ്റ്റ് ഫോം ഓഫ് മറീൻ ലൈഫ്, യു ആർ ലോവർ ദാൻ കോക്രോച്ച്. ആ രീതിയിൽ പറഞ്ഞിട്ടാണ് പിള്ളേരെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം സാധാരണ ആൾക്കാർ വണ്ടർ ചെയ്യും ഇങ്ങനെ എന്തിനാണ് ഓഫീസർ ആവാൻ ആളെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് ട്രീറ്റ് ചെയ്യേണ്ട കാരണം നാളെ ഭാവിയിൽ മറ്റവരെ കമാൻഡ് ചെയ്യേണ്ടതാണ്. അപ്പം മറ്റവർ ചെയ്യുന്ന നമ്മുടെ താഴെയുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും നമ്മൾ ചെയ്യണം. അപ്പം അതിനുവേണ്ടിയാണ് അങ്ങനത്തെ ഒരു അതാണ് അതിൻ്റെ ഗ്രൂമിങ്, അതിൻ്റെ ലോജിക്ക് അതാണ്. ഇപ്പം അക്കാഡമിയിലാണെങ്കിലും നമ്മളൊരു ടഫണിങ് എന്ന് പറയുന്നതിൻ്റെ പുറത്തെ കോളേജിൽ റാഗിംഗ് എന്ന് വേണമെങ്കിൽ പറയാമായിരിക്കും, പക്ഷെ നമ്മൾ കൂടുതലും ടഫണിങ് എന്നാണ് മിലിറ്ററി പറയുന്നത്. എല്ലാവരും വരുന്ന പല ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ആണ്, പല എൻവയറൺമെൻറ്റിൽ നിന്നാണ്. ഇപ്പം പ്രസിഡന്റിന്റെ മോനും അവിടെ കാണാം, വഴിയിലുള്ള ഒരു ബെഗറിന്റെ മോനും വേണമെങ്കിൽ അവിടെ കാണാം. അപ്പം അവരെല്ലാവരും ഈ പണിഷ്മെന്റ് ആകുമ്പോൾ ഈക്വൽ ആണെന്ന് അറിയുന്നത് ആ ഒരു ടഫണിങ് പ്രോസസ്സിലാണ് അറിയുന്നത്. അത് കഴിഞ്ഞാണ് നമ്മൾ പിള്ളേരെ ഒന്ന് പൊക്കിയെടുക്കുന്നത്, അവരുടെ ഫിൽട്ടർ ചെയ്യുന്നതല്ല പറയുന്നത്, ആ ഒരു ഇളക്കത്തിൽ നിന്നാണ് പിള്ളേർ തന്നെ അവരെ തന്നെ ഡിസ്കവർ ചെയ്യുന്നത്. നമ്മൾ തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല, ചില കാര്യങ്ങൾ നമ്മളായിരിക്കും നല്ലത്, ചില കാര്യങ്ങൾ മറ്റവനായിരിക്കും നല്ലത്. ആ ഒരു റെക്കഗ്നിഷൻ അതിൽ നിന്നാണ് വരുന്നത്. അപ്പം അതാണ് അതിൻ്റെ ആ പ്രോസസ്സിൻ്റെ വൈ അതാണ്. പിന്നെ ഓരോ പിള്ളേർ എങ്ങനെ എടുക്കുന്നു എന്നുള്ള അറിയത്തില്ല. ഇന്നത്തെ കാലത്ത് കൗൺസിലിംഗ് ഉണ്ട്, പണ്ടത്തെ സമയത്ത് ഇങ്ങനത്തെ കൗൺസിലിംഗ് ഒന്നുമില്ല. അപ്പം പിള്ളേരെല്ലാം തന്നെയാണ് ഡിസ്കവർ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മിലിറ്ററി സ്കൂളിൽ ഓൾ ഇന്ത്യ എക്സാമാണ്, എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഒരു കൊച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു കൊച്ചിനെ എടുക്കുന്നത് ഞങ്ങളുടെ മൂക്ക് ഇച്ചിരി മുകളിലോട്ട് എപ്പോഴും. അപ്പം ഈ അവിടെ എല്ലാ സ്റ്റേറ്റിൽ നിന്ന് ഒരു കൊച്ചെന്ന് പറഞ്ഞാൽ അവൻ ആ ക്ലാസ്സിൽ ഫസ്റ്റ് വന്നില്ലെങ്കിലും ഹീൽ ബി ഇൻ ഫസ്റ്റ് 5. പക്ഷെ അവിടെ ചെന്നിട്ട് ഒരു കൊച്ച് ലാസ്റ്റ് ആവണം, അവൻ്റെ തലയിൽ കൂടെ എന്നാ പോകുന്നത്? നമ്മൾ ആ സമയത്ത് കൗൺസിലിംഗ് ഒന്നും ഇല്ല, ഒരു ഗൈഡൻസ് ഇല്ല. അവൻ തന്നെയാണ് അവനെ ഡിസ്കവർ ചെയ്യുന്നത്, എനിക്കും കഴിവുണ്ടെന്നുള്ളത്. ഇപ്പോൾ ഒരു എൻട്രൻസ് എക്സാം എഴുതി, NDAയുടെ എൻട്രൻസ് എക്സാം എഴുതി, 300 പേരെ എടുക്കുന്നത്. ആ ലാസ്റ്റ് വരുന്ന പയ്യനെ നമ്മളെല്ലാവരും 3 ലാസ്റ്റ് എന്നാണ് പറയുന്നത്. അവൻ ശരിക്കും ലാസ്റ്റ് ആണോ? അവൻ ശരിക്കും 300 out of 8 lakhs, 300 അല്ല. അപ്പോൾ ആ ഒരു എത്ര പേർക്ക് ആ ഒരു അറിവുണ്ട്, പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. നമ്മുടെ ഇന്നത്തെ കാലത്ത് എല്ലാവരും പറയുന്നുണ്ട് പ്രഷർ, ടെൻഷൻ, സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതൊന്ന് വിചാരിച്ച് നോക്കിയാൽ പിള്ളേർ തന്നെയാണ് ഇത് അറിയുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. നമ്മൾ ആ ഒരു പ്രോസസ്സിൽ കൂടെ പോകുമ്പം നമ്മൾ തന്നെ നമ്മളെ ഡിസ്കവർ ചെയ്യും എന്നുള്ളതാണ് അതിനകത്തെ ശരിക്കുള്ള റിയാലിറ്റി. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു സാറിൻ്റെ മിലിറ്ററി സ്കൂളിൽ തന്നെ ഒരു ട്രെയിലർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പറയാം, ഞങ്ങൾ ഒരു ട്രെയിലർ കിട്ടിയിരുന്നു. അപ്പം നമ്മൾ NDA ചെല്ലുമ്പോൾ ഞങ്ങൾ ഓൾറെഡി മറ്റവരെങ്ങാട്ട് സ്മാർട്ട് എന്ന് പറയുന്നില്ല, നമുക്ക് എന്നാ ചെയ്യണമെന്ന് നമുക്കൊരറിയാം. മറ്റവർ ഞങ്ങളെ കളിയാക്കും, മറ്റേ റെസ്റ്റ് ഓഫ് ദി ആൾക്കാർ ഞങ്ങളെ കളിയാക്കും. ഇവൻ എവിടെ എന്നാ ചെയ്യണമെന്ന് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയൊരു കളിയാക്കലുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർ. എന്തായാലും കിഡിലനായിട്ടുള്ള ഇനി നമ്മൾ അറിയാൻ പോകുന്നത് കുറേയധികം വിശേഷങ്ങൾ മാത്രമല്ല, ഈ ഒരു മേഖലയെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിവുകളുമാണ്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു സർഗക്ഷേത്ര 89.6 FM ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് തന്നെയാണ്. ഇന്ന് January 15 സ്പെഷ്യൽ പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആർമി ഡേ സ്പെഷ്യൽ ഉയരെ. ഇന്ന് നമ്മോടൊപ്പം ഒരു എക്സ്പേർട്ടിനെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടും കുറേയധികം ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടാനായിട്ടും, നമ്മുടെ സ്വന്തം കൊമഡോർ അനിൽ. താങ്ക് യു വൺസ് അഗൈൻ. ഓക്കെ, അപ്പോൾ എന്തായാലും സാർ നമ്മൾ ഇനി കൂടുതലായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെനിക്ക് തോന്നുന്നു പട്ടാളക്കാരനാവാൻ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാൻ ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ആപ്റ്റിറ്റ്യൂഡ്സ് എന്തൊക്കെയായിരിക്കണം? എന്നോട് എൻ്റെ ഒരു സീനിയർ പറഞ്ഞിട്ടുണ്ട്, പട്ടാളം ഒന്നും ഒരിക്കലും പറയല്ല, മിലിറ്ററി എന്ന് പറയണമെന്ന്. അപ്പം ഞാനും എപ്പോഴും മറന്നു പോകും. ഞാനും എൻ്റെ വായിൽ നിന്നും പട്ടാളം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിലൊന്ന് പട്ടാളം എന്ന് പറയുമ്പോൾ ആദ്യമത്തെ ധാരണ വേറെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷേ എല്ലാവരും പട്ടാള ചിട്ടയെ പറ്റി പറയും. അപ്പം ഞാൻ സാധാരണ എവിടെ പോയാലും ഞാൻ ചോദിക്കുന്നത് പട്ടാള ചിട്ട എന്നാണെന്നാണ് ചോദിക്കുന്നത്.
അപ്പം പട്ടാളച്ചിട്ട ഒരു കളിയാക്കിയാണല്ലോ പട്ടാളച്ചിട്ട എന്ന് പറയുന്നത്. അപ്പം പട്ടാളച്ചിട്ട എന്നാന്ന് ചോദിക്കുമ്പോൾ ആൾക്കാർ പറയും ഡിസിപ്ലിൻ, ഡ്യൂട്ടി കോൺഷ്യസ്, സ്ട്രിക്റ്റ് ആണ്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇതിനകത്ത് എന്നാ തെറ്റ്, പിന്നെ എന്തിനാ കളിയാക്കുന്നത്? അതാണ് എൻ്റെ ഒരു സാധാരണ ഉള്ളൊരു ചോദ്യം. ഓക്കെ, ദാറ്റ് സൈഡ് മിലിറ്ററി. അപ്പം മിലിറ്ററിയിൽ ഇപ്പം ജോയിൻ ചെയ്യാൻ യു ക്യാൻ ഒരു ജവാനായിട്ട് ജോയിൻ ചെയ്യാം, ജവാൻ സെയിലർ എയർമാനായിട്ട് ജോയിൻ ചെയ്യാം, ഒരു ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാം. ജവാനായിട്ട് ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ പഴയ സ്കീം മാറി ഇന്നിപ്പം കേൾക്കുന്നത് നമ്മുടെ അഗ്നിപത് സ്കീമും അഗ്നിവീറും. അപ്പം അഗ്നിവീർ നമ്മുടെ നാട്ടിൽ കുറച്ച് നെഗറ്റീവായിട്ട് അതിനെപ്പറ്റി കേൾക്കുന്നത് കൂടുതലും. പക്ഷേ ഞാൻ പറയുന്നത് ഇതിനകത്തൊരു അവസരമുണ്ട്, ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഏത് ചാലഞ്ച് വന്നാലും നമ്മൾ അതിനകത്തെ ഓപ്പർച്യൂണിറ്റിയാണ് നോക്കേണ്ടത്, അല്ലാതെ അതിനകത്ത് നെഗറ്റീവ് പോയിൻറ്റ്സ് നോക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പം ഒന്ന് ഗവൺമെൻറ് ഇത് ഡിസൈഡ് ചെയ്യാനുള്ള ഒരു കാരണം പെൻഷൻ ബില്ല് കുറയ്ക്കാനും മിലിറ്ററിയുടെ ഏജ് ഒന്നിച്ചിട്ട് കുറയ്ക്കാനും. അപ്പം ഒരു 2-3 വർഷം ഏജ് കുറഞ്ഞു, അതിൻ്റെയൊക്കെ ഒരു ആ ഒരു പ്രോസസ്സിലാണ് തുടങ്ങിയത്. പിന്നെ നമുക്കെല്ലാവർക്കും അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് 4 വർഷത്തെ സേവനമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഗ്നിവീർ തുടങ്ങുന്നത്. പക്ഷേ അഗ്നിവീറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് 10ാം ക്ലാസ് കഴിഞ്ഞും 12ാം ക്ലാസ് കഴിഞ്ഞാണ് പിള്ളേരെ എടുക്കുന്നത്. 10ാം ക്ലാസ്സിൽ 4 വർഷത്തേക്ക് പിള്ളേരെ എടുക്കും. അതിനകത്ത് ഒരു 100 പേരെ എടുത്താൽ 25% വിൽ റിമെയിൻ, ബാക്കി 75% ഗോസ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി. അത് കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങണം. അത് കഴിഞ്ഞ ഇലക്ഷൻ അതിനെപ്പറ്റി കുറച്ച് വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും ഈ 25% 50% ആവുമായിരിക്കും. പക്ഷേ നമ്മളിതിനകത്ത് ആലോചിക്കേണ്ടത് 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു കൊച്ചിന് ജോലി കിട്ടുന്ന എവിടെയാണ്? 18ാം വയസ്സിൽ എവിടെയെങ്കിലും ജോലി കിട്ടുമോ? ആൻഡ് സ്റ്റാർട്ടിംഗ് സാലറി ഈസ് ബിറ്റ്വീൻ 35,000 to 40,000. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് സാലറി. പുറത്ത് ഒരു ഡോക്ടറിന് പോലും കിട്ടണമെങ്കിൽ ഒരു 25-26 കഴിഞ്ഞിട്ടൊക്കെ കിട്ടാൻ തുടങ്ങത്തില്ല. ഇത് 18ാം വയസ്സിൽ കിട്ടുന്നു. ആൻഡ് വെൻ ഈസ് ലീവിങ് 4 വർഷം കഴിഞ്ഞ് ലീവ് ചെയ്യുമ്പം 50 to 60 ഡേ ഇടയ്ക്കാണ് സാലറി. 4ാമത്തെ വർഷം ഇപ്പം പുറത്തോട്ട് ഇറങ്ങുന്നതെങ്കിൽ ഗവൺമെൻറ് പ്രോമിസ് ചെയ്തേക്കുന്ന ജോബ് കിട്ടും. ഗവൺമെൻറ് ഓൾസോ പ്രോമിസ് ചെയ്തേക്കുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന് വേണ്ടി പ്രിഫറൻസ് കിട്ടുമെന്നാണ്. ശരിക്കും നമ്മൾ സ്മാർട്ടാണെങ്കിൽ ജോബ് എടുക്കല്ലേ, എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ 10-12 പാസ്സായതിൻ്റെ ജോബേ എടുക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ആ എഡ്യൂക്കേഷൻ്റെ ഇത് നോക്കുക. 4 വർഷം കഴിഞ്ഞ് പുറത്തിറക്കുമ്പം 12 lakhs, ശരിക്കും 11.7 lakhs നമുക്ക് കൈ കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പേരൻസിനെ ട്രബിൾ ചെയ്യാതെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനും ചെയ്യാൻ പറ്റും. നമ്മൾ 4 വർഷം കഴിഞ്ഞ് പുറത്തിറക്കുമ്പോൾ നമുക്ക് 22 വയസ്സ്. നമ്മുടെ കൂട്ടുകാരൊന്നും ഒരിടത്തൊന്നും എത്തിയിട്ടില്ല, അവരും ജോലിയിലൊന്നും ആയിട്ടില്ല. അപ്പോൾ നമ്മൾ അത്ര വലിയ നഷ്ടമൊന്നും ഇതിനകത്തില്ല. നമുക്ക് ആ മിലിറ്ററി എക്സ്പീരിയൻസ് കിട്ടി, ഒരു ഗ്രൂമിങ് കിട്ടി. അപ്പം ഗവൺമെൻറ് ആ രീതിയിലാണ് കാണുന്നത്. മിലിറ്ററി കിട്ടിയില്ലെങ്കിൽ പുറത്ത് സൊസൈറ്റിക്ക് ഈ ആൾക്കാരെ കിട്ടുന്നു എന്നുള്ള ഒരിതാണ്. അത് ഇപ്പം ആദ്യമത്തെ ബാച്ച് 2ാമത്തെ വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെങ്ങനെ വരുമെന്ന് നമുക്കറിയാൻ മേല. പക്ഷേ യെസ്, അതാണ് നമ്മൾ അതിനകത്തെ ഓപ്പർച്യൂണിറ്റിയാണ് അതിനകത്ത് കാണേണ്ടത് കൂടുതലും, നോട്ട് രാദർ ദാൻ ദി ചാലഞ്ചസ് മാത്രം. അപ്പം മിക്കവരും ക്വസ്റ്റ്യൻ ചെയ്യുന്നത് 4 വർഷം കഴിഞ്ഞ് തന്നെ 4 വർഷത്തേക്കെങ്കിലും ജോലിയുണ്ടല്ലോ, അത് കഴിഞ്ഞുള്ള കാര്യം അത് കഴിഞ്ഞ് ആലോചിക്കുക. അപ്പം നമുക്ക് കഴിവുണ്ടെങ്കിൽ നമ്മൾ ആ 25%-ലാവാം. മിക്കവാറും 25% 50% ആവും. അപ്പം 50% ആവും. അപ്പം വേണ്ടാത്തവർക്ക് പുറത്തും പോകാം. മിലിറ്ററിയിൽ തന്നെ നല്ല പിള്ളേരെ സ്ക്രീൻ ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. വേണ്ടിയവരെ മാത്രം എടുത്താൽ മതി. നമുക്ക് വളരെ മിലിറ്ററിയിൽ താല്പര്യമില്ലെങ്കിൽ നമുക്ക് പുറത്തോട്ട് പോകാം. അപ്പോൾ അതാണ് ഈ അഗ്നിവീർ സ്കീം. അതിനകത്ത് മറ്റേ ബെനിഫിറ്റ്സും ഉണ്ട്, നോർമൽ മിലിറ്ററി ബെനിഫിറ്റ്സ്. അപ്പം പക്ഷേ 4 വർഷം കഴിഞ്ഞാൽ ഇവരുടെ മറ്റേ പെൻഷനുള്ള ക്ലോക്ക് തുടങ്ങത്തുള്ളൂ. അതാണ് ഇതിനകത്തെ വ്യത്യാസം. അത് ഗവൺമെൻറ് ആ പെൻഷൻ ബിൽ കുറയ്ക്കാനുള്ള ഒരു ഇതാണ്. പക്ഷേ ഇതാണ് ശരിക്കും ഫോറിൻ കൺട്രീസിൽ, എസ്പെഷ്യലി അമേരിക്കയിലൊക്കെ ഇങ്ങനെയാണ്. അമേരിക്കയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഇസ് വെരി കോസ്റ്റ്ലി. മിക്കവരും മിലിറ്ററിയിൽ ജോയിൻ ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയാണ്. അപ്പോൾ ഇത് കിട്ടും. അപ്പം ഒരു പ്രിഫറൻസും കിട്ടും. അപ്പം കോളേജ് ഇവിടെ ഗവൺമെൻറ് പ്രോമിസ് ചെയ്തേക്കുന്ന പ്രിഫറൻസ് ഇൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഓൾസോ 50% ക്രെഡിറ്റാണ് പ്രോമിസ് ചെയ്തേക്കുന്നത്. 50% ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോളേജിൽ ജോയിൻ ചെയ്ത് നമ്മൾ ഓൾറെഡി പാസ്സാണ്. അപ്പം ഈ ആൾക്കാർ ഈ അഡ്വാൻറ്റേജസ് കാണുന്നില്ല. ഇത് ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിൽ മിക്കവരും അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ള പിള്ളേരൊന്നും ഇതിനു വേണ്ടി ട്രൈ ചെയ്യാത്തത്. അപ്പോൾ ഇത് ഒരു ജവാനായിട്ട് കയറുന്നത്. ഓഫീസറായിട്ട് കയറുന്നത് 12ാം ക്ലാസ് കഴിഞ്ഞാണ് ആദ്യമത്തെ പരീക്ഷ. അത് ഒരു UPSC എക്സാമിനേഷനാണ്. NDAയുടെ റിട്ടേൺ എക്സാം, NDAയുടെ കൂടെ ഒരു നേവൽ അക്കാഡമിയുടെയും കൂടെ ഒരുമിച്ചാണ് എഴുതുന്നത്. ഇപ്പോൾ NDAയിലാണെങ്കിൽ ആർമി, നേവി, എയർഫോഴ്സ്, പിന്നെ നേവൽ അക്കാഡമി. അതൊരു കോമൺ എൻട്രൻസ് എക്സാമാണ്. അതാണ് 12ാം ക്ലാസ് കഴിഞ്ഞ്. 12ാം ക്ലാസ്സിൻ്റെ ഒരു റിട്ടേൺ എക്സാം ഉണ്ട്. റിട്ടേൺ എക്സാം കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഇൻ്റർവ്യൂ ഇച്ചിരി യുണീക്കാണ്. സാധാരണ ഉള്ള ഇൻ്റർവ്യൂ പോലെയല്ല. അതിനകത്താണ് ഇപ്പം മോള് പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡും നോക്കുന്നത്. വേറെ ഏത് പ്രൊഫഷനിൽ പോയാലും നമ്മുടെ പ്രൊഫഷണൽ നോളജാണ് നോക്കുന്നത്. മിലിറ്ററിയിൽ ഓഫീസർ ആവാനായിട്ട് ആറ്റിറ്റ്യൂഡും ആപ്റ്റിറ്റ്യൂഡാണ് നോക്കുന്നത്, മോർ ദാൻ യുവർ പ്രൊഫഷണൽ നോളജ്. പ്രൊഫഷണൽ നോളജ് യു ക്യാൻ ഓൾവേസ് പഠിക്കാമല്ലോ. ഇത് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇൻ്റർവ്യൂവിൽ SSBയിൽ 3 പേരാണ് നമ്മളെ അസസ് ചെയ്യുന്നത്. ഒരു സൈക്കോളജിസ്റ്റ് അസസ് ചെയ്യും. സൈക്കോളജിസ്റ്റ് കുറേ ടെസ്റ്റ് ചെയ്യും. പുള്ളി നമ്മളെ കാണുന്നില്ല. അപ്പോൾ എഗെയിൻസ്റ്റ് ടൈമാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പം കുറേ പിക്ചേഴ്സ് കാണിക്കും.
3-4 മിനിറ്റിനകം അതിനെപ്പറ്റി ഒരു കഥ എഴുതണം, വേർഡ്സ് തരും. അപ്പം ഒരു 15 മിനിറ്റ്സിൽ 60 വേർഡ്സ് സെന്റൻസസ് ഉണ്ടാക്കണം. അപ്പം നമ്മുടെ മനസ്സിലുള്ള നാച്ചുറൽ ആയിട്ടുള്ളതാണ് നമ്മുടെ ആൻസേഴ്സ് വരുന്നത്. പ്രിപ്പയർഡ് ആൻസർ ആണെങ്കിൽ സമയം എടുക്കുമല്ലോ. അതുപോലെ സെന്റൻസ്, സിറ്റുവേഷൻ, റിയാക്ഷൻ, ഇങ്ങനത്തെ ഓരോ ഇത് വെച്ചുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് അനലൈസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഗ്രൂപ്പ് ടെസ്റ്റിംഗ് ഓഫീസർ ഉണ്ട്. പുള്ളി നമുക്ക് കുറേ ടാസ്ക് തരും. ഒരു ഒബ്സ്റ്റക്കിൾ തരും, ഇൻഡിവിജ്വൽ ഒബ്സ്റ്റക്കിൾ കാണും, ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന ഒബ്സ്റ്റക്കിൾ കാണും, ഗ്രൂപ്പ് ഡിസ്കഷൻ കാണും, ഒരു ഗ്രൂപ്പ് പ്ലാനിങ് എക്സസൈസ് കാണും, ഇങ്ങനത്തെ. അപ്പം നമ്മൾ ചെയ്യുന്ന ഇതിൽ നിന്നാണ് പുള്ളി നമുക്ക് ആ ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത്. 3-ാമത്തെ ആൾ ഒരു ഇൻ്റർവ്യൂയിങ് ഓഫീസറാണ്. നമ്മളുടെ ബയോഡാറ്റയെ വെച്ചുകൊണ്ട് തന്നെ പുള്ളി നമ്മളോട് സംസാരിക്കും, നമ്മളെ പറ്റി തന്നെ സംസാരിക്കും. ഞാനൊരു IO ആണ്, ഇൻ്റർവ്യൂയിങ് ഓഫീസർ. അപ്പം മറ്റേ ആളോട് സംസാരിക്കുമ്പം തന്നെ അയാളുടെ ക്വാളിറ്റീസ് എന്നാണെന്നുള്ളത് അതിൽ എടുക്കും. അപ്പം അതാണ് നമ്മൾ ഈ ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കുന്നത്. അപ്പം ഇതാണ് ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളും കോളേജിലും നമ്മൾ വീട്ടിലും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ലാണ്ട് പാസ്സാവാൻ. പക്ഷെ നമ്മൾ എത്ര പേര് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഇത് വരുന്നത്. ഇപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ, നമ്മൾ നമ്മുടെ ഫ്രീ ടൈമിൽ എന്നാ ചെയ്യുന്നു. ഇപ്പം ചിലവർ പറയും അപ്പനെ സഹായിക്കുന്നു, അമ്മയെ സഹായിക്കുന്നു. ആരും ഓപ്പൺലി പറയത്തില്ല ഞാൻ മുഴുവൻ നേരം TV കാണും, മൊബൈലിൽ തന്നെയാണെന്ന് ആരും അത് പറയത്തില്ല. എന്നായെങ്കിലും ഒരു ഇങ്ങനത്തെ ഒരു കാര്യം പറയും. ഇപ്പം അമ്മയെ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ സഹായിക്കുന്നു? ഇപ്പം ചിലവർ വല്ല കുക്കിംഗ് പറഞ്ഞാൽ കുക്കിംഗ് അറിയണ്ടേ? അതെ. അപ്പം അടുത്ത ചോദ്യം ഞാൻ അത് പറയുമ്പോൾ ചോദിക്കുമ്പോൾ സ്റ്റക്കാവും. അപ്പം പച്ചക്കറി മേടിച്ചു കൊടുക്കുന്നു എന്ന് പറഞ്ഞാലും പച്ചക്കറിയുടെ വില അറിയണോ? അപ്പം അങ്ങനെയാണ് പിള്ളേർ വീണ് വിട്ടു പോകുന്നത്. അപ്പം നമ്മളിത് സാധാരണ വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ ചെയ്യാതെ ഇരിക്കുന്ന കാര്യം നമ്മൾ ഇതൊന്ന് പറയാൻ പോകുന്നതാണ് കുഴപ്പം. അപ്പോൾ അതാണ് ആ ആറ്റിറ്റ്യൂഡ്, ആപ്റ്റിറ്റ്യൂഡ് ഇതിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇത് പാസ്സായി കഴിഞ്ഞിട്ടാണ് ഒരു മെഡിക്കലുണ്ട്. മെഡിക്കൽ ക്ലിയർ ആണെങ്കിൽ, മെറിറ്റിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എടുക്കും. അതേ സമയത്ത് അഗ്നിവീർ സെയിലറായിട്ട് കയറുന്നതിനകത്ത് ഇങ്ങനത്തെ ഇൻ്റർവ്യൂ ഇല്ല. റിട്ടൺ എക്സാം ഉണ്ട് അവർക്ക് ഫിസിക്കൽ ടെസ്റ്റാണ്. അപ്പോൾ ഓട്ടവും ചാട്ടവും, ചിന്ന പുഷപ്പ്, അപ്പം അതിൻ്റെയാണ് അവരുടെ അനാലിസിസ്. അത് കഴിഞ്ഞ് പിന്നെ മെഡിക്കലും മെറിറ്റ് ടെസ്റ്റുമാണ്. അപ്പം ഇത് 12ാം ക്ലാസ് കഴിഞ്ഞ് കയറാൻ. അത് 12ാം ക്ലാസ് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ നമ്മളുടെ പിന്നെ അടുത്ത ചാൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ് പിന്നെയും ഒരു കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് പറഞ്ഞ എക്സാം ഉണ്ട്. അത് UPSC എക്സാമാണ്. പിന്നെ ഈച്ച് സർവീസ്, ആർമി, നേവി, എയർഫോഴ്സിൻ്റെയും എക്സാംസ് ഉണ്ട്. അപ്പം ഈ AFCAT എന്ന് പറയുന്നതും അങ്ങനെ INET എന്ന് പറയുന്നതും ഇങ്ങനത്തെ കുറേ പരീക്ഷകളുണ്ട്. അപ്പം ഇൻഡിവിജ്വൽ സർവീസിന് വേണ്ടിയുള്ളതാണ്. പിന്നെ നമ്മൾ BTech എന്തെങ്കിലും പഠിക്കുമ്പോൾ നമ്മുടെ കോളേജിൽ വന്ന് ക്യാമ്പസ് ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്തെല്ലാം പിന്നെയും SSBയിലോട്ട് പോകണം. CDSന് റിട്ടേൺ എക്സാം ഉണ്ട്. ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് വരുന്നതിന് എൻട്രൻസ് എക്സാം കാണത്തില്ല. JEEE എഴുതി കഴിഞ്ഞിട്ട് BTech സ്കീമിൽ കയറണമെന്നുണ്ടെങ്കിൽ അതിനകത്തും നമ്മുടെ JEEE സ്കോറിൽ കയറാം. പക്ഷേ ഇൻ്റർവ്യൂവിന് പോകും. ഒരു കോൾ നമ്മൾ അപ്ലൈ ചെയ്യും, കോൾ ലെറ്റർ വരും. അത് കഴിഞ്ഞാൽ SSB ഇൻ്റർവ്യൂവിന് പോകാതെ ആരെയും എടുക്കത്തില്ല. മിലിറ്ററിയിൽ ഡോക്ടേഴ്സ് നീക്കി ബാക്കി എല്ലാവർക്കും ആ ഇൻ്റർവ്യൂ കൂടെ പോകണം. അപ്പം അതാണ് ബേസിക് ഇൻടേക്ക്. ഇങ്ങനെയാണ്. ഗ്രാജുവേഷൻ കഴിഞ്ഞിപ്പോൾ നേവി വേണമെങ്കിൽ BTech വേണമെന്നുണ്ട്. മറ്റേ ബ്രാഞ്ചസിൻ്റെ വേക്കൻസീസ് കുറവാണ്. അതേസമയത്ത് ആർമിയിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമും എല്ലാം ഉണ്ട്, കുറച്ചും കൂടെ ബാക്കി സ്ട്രീംസും ഉണ്ട്. പിന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. BTechനാണ് കൂടുതൽ ചാൻസ്, കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. ആർമി, നേവി, എയർഫോഴ്സ് എല്ലാത്തിലും BTechൻ്റെയാണ് കൂടുതൽ വേക്കൻസീസ് ഉള്ളത്. അല്ലെങ്കിൽ ഏറ്റവും നല്ല 12 കഴിഞ്ഞ് അപ്പിയർ ചെയ്യുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ല ഒരു അറ്റംപ്റ്റ്. 12th കഴിഞ്ഞിട്ട് അപ്പിയർ ചെയ്യുന്ന ഞങ്ങൾ സാധാരണ പറയുന്ന 12th റിട്ടൺ എക്സാം ടഫും ഇൻ്റർവ്യൂ കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്നാണ് പറയുന്നത്. റിട്ടൺ എക്സാം ടഫ് എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരും 12 ഒരേ ലെവലിലായിരിക്കും. അപ്പോൾ എൻട്രൻസ് എക്സാം ടഫ് ആയേ പറ്റൂ. അതെ, അതിൽ നിന്ന് ബെസ്റ്റ് തിരഞ്ഞെടുക്കണമല്ലോ. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസി ആവാൻ പറയാൻ കാരണം പിള്ളേരുടെ പ്രായം കുറവാണ്. പിള്ളേരെ മോൾഡ് ചെയ്തെടുക്കാൻ കുറച്ചും കൂടി എളുപ്പം. അതേ സമയത്ത് നമ്മൾ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുമ്പം എൻട്രൻസ് എക്സാം ഇച്ചിരി ഈസി ആയിരിക്കും, ഇൻ്റർവ്യൂ വളരെ ടഫായിരിക്കും. ഈസി ആവാനുള്ള കാരണം എന്നാന്ന് പറഞ്ഞാൽ പിള്ളേർ പല എൻവയറമെൻറ്റിലോട്ട് ഓൾറെഡി മാറി. ഒരു കോമൺ എൻട്രൻസ് എക്സാം വേണം. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് ചിലപ്പം ഒരു കോമൺ സ്റ്റാൻഡേർഡിലോട്ട് വരും. ലോവർ എന്ന് പറയുന്നില്ല, ഒരു എല്ലാവർക്കും വേണ്ടി പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ റിട്ടൺ എക്സാം സാധാരണ ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂ കുറച്ചും കൂടെ ടഫ് ആയിരിക്കും. എന്നാന്ന് നമ്മൾ ഓൾറെഡി റിജിഡായി കാണും. നമുക്കിനി മാറ്റങ്ങൾ വരാൻ കുറച്ചും കൂടെ പാടായിരിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക് ലോജിക്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല, ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസ് പോലെ ഇരിക്കും. ഓക്കെ സർ, ഓക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു മേഖലയിലേക്ക് വരാനുള്ള ആപ്റ്റിറ്റ്യൂഡ്സിനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനിയും കുറേയധികം കാര്യങ്ങൾ നമ്മൾ ഉയരയിൽ അറിയുന്നുണ്ട്. ആർമി ഡേ സ്പെഷ്യൽ ഉയരയിൽ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് ആർമി ഡേ സ്പെഷ്യൽ ഉയരെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം അനിൽ സാറും കൂടെയുണ്ട്. കൊമഡോർ അനിൽ സാർ, നമ്മൾ ഇനി അറിയാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിക്കട്ടെ, ഇപ്പോൾ 10ാം ക്ലാസ് ആവട്ടെ, +2 ആവട്ടെ, അവർക്ക് പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഈ ഒരു മേഖലയോട് ഒരു താല്പര്യം വരുന്നത്. സാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ പഠനത്തിൻ്റെ സമയത്തായിരുന്നല്ലോ സാറിന് ഇങ്ങനെ ഒരു ആർമിയിലേ വരാൻ താല്പര്യമുണ്ടെന്നൊക്കെ ഒരു എന്താ പറയുക ഒരു എയിം വന്നത്. സോ അത്തരത്തിലുള്ള കുട്ടികൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ അടുത്തത് അവരെന്ത് ചെയ്യണം എന്നുള്ളത് അവരെങ്ങനെ അറിയും, അല്ലെങ്കിൽ അവരെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഈ ഒരു ഇൻഫർമേഷൻസിന് വേണ്ടി? ഓക്കെ, ഇതിനു വേണ്ടി ഇപ്പം ആർമി, നേവി, എയർഫോഴ്സ് 3 പേർക്കും വെബ്സൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. എല്ലാത്തും 3 പേരുടെ വെബ്സൈറ്റ്സ് ഉണ്ട്. അതൊന്ന്. പിന്നെ മിക്ക സ്ഥലത്തും ഓരോ ചെറിയ ചെറിയ കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. കോച്ചിങ് സെൻറ്റേഴ്സ് ഇച്ചിരി കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോകണം. ഞാനും ഒരു കോച്ചിങ് സെൻറ്റർ നടത്തുന്നുണ്ട്. എന്ന് അഗ്നിവീറിൻ്റെ ഒരെണ്ണമുണ്ട് കുരിശുമൂട്ടിൽ. പിന്നെ SB കോളേജിൻ്റെ പാർട്ടായിട്ടാണ് ഞങ്ങളൊരു ബർക്ക്മെൻസ് ഡിഫൻസ് അക്കാഡമി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്കിവിടെ അടുത്തുള്ളവർക്കൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം, അതിന് കുഴപ്പമില്ല. ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ട്രെയിനിങ് ചെയ്യാം, അല്ലെങ്കിൽ ഞങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാം, ഞങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. മിക്ക മിലിറ്ററിക്കാരോട് ചോദിച്ചാലും അവർക്കത് പറയാൻ പറ്റണം എങ്ങനെയാണ് ജോയിൻ ചെയ്യാനുള്ളതിൻ്റെ. നമ്മൾ നേരത്തെ ഒരു ഡിസിഷൻ എടുത്ത അത്ര നല്ല കാര്യം. പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഞാൻ പറയുന്നത് പരീക്ഷ എഴുതുക. പരീക്ഷ എഴുതുക നമുക്കൊരു കോമ്പറ്റീഷൻ്റെ ഒരു പാർട്ടിസിപ്പേഷൻ്റെ ഒരു ഐഡിയ കിട്ടും. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഞങ്ങൾ 11ാം ക്ലാസ് കഴിഞ്ഞാൽ പരീക്ഷ എഴുതിയത്. അപ്പോൾ അത് മറ്റ് ഡിസൈഡ് ചെയ്യുന്നതിന് മുമ്പം തന്നെ ഈ പരീക്ഷ എഴുതുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. നമ്മൾ എവിടെയാണ് നമ്മുടെ സ്റ്റാൻഡിങ് എന്നാണെന്ന് മനസ്സിലാവുന്നത്. ഇപ്പം 12 കഴിഞ്ഞാണ് ഓഫീസറായിട്ട് കയറുന്നത്. അപ്പം 10ഉം 12ഉം ഞാൻ അഡ്വൈസ് ചെയ്യുന്ന പിള്ളേർ എഴുതണം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഒന്ന് എഴുതും. നമ്മൾ എവിടെ ഉണ്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും. SSB പോകുന്നതിൻ്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറ്റേ അഗ്നിവീറിനെ ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. SSB പോകുന്നതിൻ്റെ നമുക്ക് നമ്മളെ തന്നെ ഒരു അറിവ് കിട്ടുന്നത് ഒരു SSB പോകുമ്പോഴാണ്. അപ്പോൾ ഇഷ്ടംപോലെ തോറ്റ പിള്ളേർ തന്നെ ഉണ്ട്, നല്ലപോലെ ചെയ്യുന്നവർ. ഇപ്പം മിക്ക SSBയിൽ പോയാലും അവരാദ്യം തന്നെ ഒരു ഓപ്പണിംഗ് ലെക്ചറിൽ പറയുന്നത് പ്രസിഡന്റ് അബ്ദുൽ കലാം തോറ്റിട്ടുണ്ട്, അമിതാഭ് ബച്ചൻ തോറ്റിട്ടുണ്ട്, ഇപ്പം ചിലർ പറയും ഷാരൂഖ് ഖാൻ തോറ്റിട്ടുണ്ട്. അപ്പോൾ ഇവർ ചെറിയ ആൾക്കാരൊന്നുമില്ല. ഇവർ പ്രസിഡന്റ് അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഈസ് എ ഗ്രേറ്റ് മാൻ, ബട്ട് ഈസ് നോട്ട് ഫിറ്റ് ഫോർ ദി ആർമി, ഈസ് ഫിറ്റ് ഫോർ സംതിങ് എൽസ്. അപ്പം നമ്മൾ ആ ഒരു അറിവ് കിട്ടാനുള്ള ഒരു നല്ലൊരു അവസരമാണ് SSB പോകാനായിട്ട്. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാനായിട്ടല്ലേ ഉണ്ടെന്നുള്ള ആ ഒരു അറിവ് കിട്ടും. അപ്പം പിള്ളേരത് പോകുമ്പോൾ ഇപ്പം ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ സ്കൂളും കോളേജിലുള്ള എല്ലാ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ഉണ്ട്, വീട്ടിലുള്ള എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നാച്ചുറലായിട്ട് വരും. ഇപ്പം മിലിറ്ററിയിൽ നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ഉണ്ടോ, ഡ്യൂട്ടി കോൺഷ്യസ് ആണോ. നമ്മളിപ്പോൾ ഇതൊക്കെ വീട്ടിലും സ്കൂളിലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മളതിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ചെയ്യുന്ന പിള്ളേരിലാണ് ഇതിനകത്ത് നമ്മൾ എല്ലാ ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ലെവലിലോട്ട് എത്തും. അപ്പോൾ അതാണ് അഡ്വൈസ് ചെയ്യാൻ തരാനുള്ളത്. ഇതേ ഉള്ളൂ. പാർട്ടിസിപ്പേറ്റ് ഇൻ എവരിത്തിങ്, ടേക്ക് പാർട്ട് ഇൻ എവരിത്തിങ്, ഗെറ്റ് ഇൻവോൾവ് ഇൻ എവരിത്തിങ്. എന്നാലും നമ്മൾ മാറി നിന്നാൽ നമ്മളൊന്നും പഠിക്കാൻ പോകും. ഉറപ്പായിട്ടും നമ്മൾ തന്നെ ഡിസ്കവർ ചെയ്യാം ആദ്യം, അല്ലേ? 12ാം ക്ലാസ്സിൽ പിന്നെ ഈ NDA എക്സാമിനകത്ത് സാധാരണ പിള്ളേർ പറ്റുന്ന ഒരു തെറ്റ് 12 കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം നമ്മുടെ ആദ്യമത്തെ അറ്റംപ്റ്റ് ശരിക്കും 12 പഠിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെയാണ്. എന്നാന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ വരാൻ പോകുന്ന 6-8 മാസം കഴിഞ്ഞാൽ റിട്ടേൺ എക്സാം കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ വെറുതെ അല്ലെങ്കിൽ അത്ര സമയം പോകും. അപ്പം മിക്കവരും 12 പഠിക്കുമ്പം തന്നെ ഈ പരീക്ഷ എഴുതിയാൽ നമ്മളുടെ സമയം നഷ്ടപ്പെടത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ടഫ് എക്സാമും ഈസി ഇന്റർവ്യൂ അത് ഗ്രാജുവേഷൻ എല്ലാത്തിൻ്റെ ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പം മിക്കവരും ഇപ്പം ഗ്രാജുവേഷൻ പഠിക്കുന്ന കൊച്ചാണെങ്കിലും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എഴുതാൻ പോകും. പക്ഷെ നമ്മുടെ 6 മാസം പോകും. ഓക്കെ. അപ്പം അതിൻ്റെ അത് തീരുന്നതിൻ്റെ ടൈം ടൈം ആ ഏതെങ്കിലും ഒരു കോഴ്സ് തീരുന്നതിൻ്റെ 6 മാസം മുമ്പം നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം മിക്കവരുടെ ആ ചാൻസ് വിട്ടുപോകും. ശരിയാണ്. അത് വലിയൊരു ഇൻഫർമേഷൻ ആണ്, എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ഓക്കെ. നമ്മൾ എന്തായാലും ഇനി അറിയാനായിട്ട് പോകുന്നത് ഈ ഒരു നമുക്കറിയാം കുറേയധികം സിനിമകളിലാണ് നമ്മൾ എല്ലാവരും കൂടുതലായിട്ടും ഈ ഫിസിക്കൽ ട്രെയിനിങ്ങും അതുപോലെ അവരുടെ കുറേയധികം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ കാണുന്നത്. പക്ഷേ ശരിക്കും എന്താണ് ഒരു ഫ്രഷർക്ക് ഈ ഒരു മേഖലയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ലഭിക്കാനായിട്ട് പോകുന്നത് എന്ന് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷേ പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. നമ്മോടൊപ്പം ഇന്ന് ആർമി ഡേ സ്പെഷ്യൽ ഉയരയിൽ കൊമഡോർ അനിൽ കൂടെ തന്നെയുണ്ട്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. നമ്മോടൊപ്പം ഈ ആർമി ഡേ സ്പെഷ്യൽ ഉയരയിൽ
കൊമഡോർ അനിൽ കൂടെ തന്നെയുണ്ട്. സാർ, നമ്മൾ കുറച്ച് മുൻപ് പാട്ടുകൾക്ക് മുൻപേ ഞാനൊരു ചോദ്യം തുടരും എന്ന് പറഞ്ഞ പോലെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ലൈക്ക് നമ്മൾ സിനിമകളിലാണെങ്കിലും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ട്രെയിനിങ് ആയിരിക്കും അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും, സ്ട്രിക്റ്റ് ആയിരിക്കും. നമ്മൾ കുറച്ച് മുൻപേ നമ്മുടെ കോൺവെർസേഷനിൽ വന്നൊരു കാര്യമാണ്. ശരിക്കും ആക്ച്വലി ഒരു ഫ്രഷർ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ട്രെയിനിങ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പഠന മേഖലകൾ എങ്ങനെയൊക്കെ ആയിരിക്കും, അവർ പഠിക്കുന്നത് എന്തൊക്കെയായിരിക്കും, സബ്ജക്ട്സ് ആയിക്കോട്ടെ? ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് ഈസി. ടഫാണ്. ഫിലിമിൽ കാണിക്കുന്ന പോലെ എന്ന് പറയുന്നില്ല, പക്ഷേ ഇറ്റ് ഇസ് ടഫ്. ചില കാര്യങ്ങൾ ഫിലിമിൽ കാണിക്കുന്ന പോലെ ആയിരിക്കും, ചിലപ്പോൾ അതിൻ്റെ അപ്പുറമായിരിക്കും. പക്ഷേ ഇറ്റ് ഹാസ് ടു ബി ടഫ്. അത് ടഫ് ആണെങ്കിലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ടഫ് ആവാനുള്ള ഒരു റീസൺ ഞാൻ പറഞ്ഞു. എന്തിനാണ് ടഫ് ആവണം? നമ്മളെല്ലാവരും നമുക്ക് തന്നെ നമ്മളെപ്പറ്റി ഒരു അറിവ് കിട്ടാനും നമ്മളൊരു ടഫണിങ് പ്രോസസ്സാണ്. നമ്മൾ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതിനുള്ള ചെക്സ് ആൻഡ് ബാലൻസസ് ഒക്കെ ഉണ്ട്. ഇപ്പം എന്നെങ്കിലും ഒരു പരിധി വിട്ട് പോകാതിരിക്കാനുള്ള ചെക്സ് ആൻഡ് ബാലൻസ് ഉണ്ട്. ഇപ്പം പുറത്തുനിന്ന് വരുന്ന ഒരു കൊച്ച് ആദ്യം തന്നെ വരുമ്പം ഇന്നത്തെ കാലത്ത് ഒരു മുടി വെട്ടുന്നത് തന്നെ ഒരു വലിയ കാര്യമായിരിക്കും ചിലപ്പം. അപ്പം അതിൽ തന്നെ അതൊരു ഒരു ചേഞ്ചാണ്. എല്ലാവരും ഒരുപോലെയാണ് വരുന്നത്. യൂണിഫോം എന്ന് പറയുന്നത് എല്ലാവരും ഒരുപോലെ. അപ്പം ആദ്യം നമ്മുടെ എഫക്റ്റ് മുഴുവൻ ഈ ട്രെയിനിങ്ങിൻ്റെയും ഈ ടഫണിങ് പ്രോസസ്സിൻ്റെ എഫക്റ്റ് എല്ലാം എല്ലാവരെയും ഒരുപോലെ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അതാണ് ഇപ്പം ഞങ്ങളുടെ ഇതിനകത്ത് ഇപ്പം ഒരു പഠിത്തം ഇമ്പോർട്ടൻ്റാ, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇമ്പോർട്ടൻ്റാ. അപ്പം ഞങ്ങൾ തന്നെ നമ്മളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും. ഇപ്പോൾ എൻ്റെ സമയത്തുള്ളവരൊക്കെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ വെറും 11ാം ക്ലാസ് പാസ്സാണെന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങൾ മിലിറ്ററി പഠിച്ചതിൻ്റെ ഓരോ പഠിത്തത്തിന് നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അത് കളിയാക്കില്ല, മറ്റവരത് മനസ്സിലാകുന്നില്ല. ഇപ്പം ഞാനിപ്പം അന്നയോടത് പറഞ്ഞാൽ അന്നയ്ക്കത് അയ്യോ 11ാം ക്ലാസ് പാസ്സാണോ എന്നുള്ള ചോദ്യമേ വരത്തുള്ളൂ. പക്ഷേ ഇപ്പോൾ NDAയിലാണെങ്കിൽ നാഷണൽ ഡിഫൻസ് അക്കാഡമി, ഇപ്പം ഞാനൊരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു അവിടെ. അപ്പം സയൻസ് സ്റ്റുഡൻറ്റ് സാധാരണ ഒരു സയൻസ് സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് തന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷും കമ്പ്യൂട്ടർ സയൻസോ എന്നെങ്കിലും ഒരു അഡീഷണൽ സബ്ജക്റ്റും കൂടെ. ഞങ്ങൾ അതേ സമയത്ത് അവിടെ ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, ജോഗ്രഫി പഠിക്കുന്നുണ്ട്, മിലിറ്ററി ഹിസ്റ്ററി പഠിക്കുന്നുണ്ട്, മിലിറ്ററി ജോഗ്രഫി പഠിക്കുന്നുണ്ട്, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഇന്റർനാഷണൽ റിലേഷൻ, ഇങ്ങനെ എല്ലാ സബ്ജക്റ്റും പഠിക്കുന്നുണ്ട്. എല്ലാം അറിഞ്ഞിരിക്കണം. ഇല്ല, അപ്പം പുറത്തൊരാളോട് ഞാനൊരു BSc ആണെന്ന് പറയുമ്പം പുള്ളി നോക്കുന്ന BSc. പക്ഷേ ഞങ്ങൾ പഠിക്കുന്ന ഇതിൻ്റെ കൂടെ ഡ്രില്ല് പാസ്സാവണം, PT പാസ്സാവണം, ക്രോസ് കൺട്രി പാസ്സാവണം, സ്വിമ്മിങ് പാസ്സാവണം, എല്ലാ ഒരു 2 കളിയെങ്കിലും കളിച്ചിരിക്കണം. ഇതെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഒരു ഓൾറൗണ്ട് ഡെവലപ്മെൻ്റാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ക്യാരക്ടർ ട്രേറ്റായിട്ട് മിക്കവരും അല്ലാത്ത ഒരു ചൊല്ലുണ്ട്, നമുക്ക് വലിയ ഇൻ്റലിജൻ്റ് ആൾക്കാരെ ഒന്നും വേണ്ട, ഒരു അവറേജ് ആയിട്ടുള്ള ആൾക്കാരെ മതിന്ന്. അങ്ങനെയല്ല. ശരിക്കും നമുക്കൊരു ഓൾറൗണ്ടറിനെയാണ് വേണ്ടിയത്. ഒരു അവറേജ് ആളെന്നല്ല, ഒരു ഇൻ്റലിജൻ്റ് ആളല്ലെന്നല്ല, person should be able to do a little bit of everything എന്നുള്ളതാണ് അതിനകത്ത്. ഏതൊരു സാഹചര്യത്തിൽ കൊണ്ടിട്ടാലും അടിച്ചു പൊളിച്ച് കയറി വരണം. എല്ലാം ചെയ്യാൻ പറ്റണം. നമ്മൾ നമ്മുടെ സ്വന്തം കാലം നിൽക്കാൻ പറ്റണം. അപ്പം ഫോക്കസ് മുഴുവനും ആ മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ പീരീഡിൽ ഇങ്ങനത്തെ ഓരോ ട്രെയിനിങ് ആണ്. ഇപ്പോൾ സിമ്പിൾ, ഞാനിപ്പം ഈയിടെ ഒരു ടീച്ചേഴ്സിന് ഒരു ക്ലാസ് എടുത്തായിരുന്നു. അപ്പം പുറത്തൊരു ടീച്ചർ ക്ലാസ് എടുക്കുന്നതും ഞങ്ങളുടെ മിലിറ്ററിയിലുള്ളതിൻ്റെ വ്യത്യാസം പറയാനായിട്ടായിരുന്നു. ഇപ്പം പുറത്തൊരു ടീച്ചർ ക്ലാസ് എടുത്തു, പിള്ളേരോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം പിള്ളേർ കൈവക്കും, ഏതെങ്കിലും ഒരു കൊച്ചിനോട് ആൻസർ ചോദിക്കും, കൊച്ചു ആൻസർ പറയും, ക്ലാസ് മുമ്പോട്ട് പോകും. അതേസമയത്ത് മിലിറ്ററിയിലാണെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം മിക്കവരും കൈ പൊക്കത്തില്ലായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ അറിയാൻ മേലാത്ത കൊച്ചിനോടെ ചോദിക്കത്തുള്ളൂ. നമുക്ക് ഉറപ്പാണ് കിട്ടും എന്നുള്ളവരോട് ചോദിക്കില്ല. ഉറങ്ങുന്ന കൊച്ച്, അറ്റൻഷൻ ക്ലാസ്സിൽ എന്നു പറഞ്ഞാൽ നമ്മുടെ ആ ടീം is going to be only as good as the last man. Yes, എല്ലാവരും ഈക്വലി ആ ഒരു വേർഡ് അല്ലേ. അപ്പം ഇപ്പം ഞാൻ ടീച്ചേഴ്സിനോട് ഇത് റിമൈൻഡ് ചെയ്യുന്ന, ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോഴും കൊച്ചു ക്ലാസ്സിൽ ലാസ്റ്റ് വരുന്ന കൊച്ചും ക്രോസ് ചെയ്യണ്ടേ, ഉറപ്പായിട്ടും അവിടെയാണ്. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിൽ അങ്ങനെയാണ്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണം. എല്ലാവരും ആ ഒരു മിനിമം ത്രഷോൾഡ് എല്ലാവരും ക്രോസ് ചെയ്യണം. അപ്പോൾ ആ രീതിയിലുള്ള ട്രെയിനിങ്. അപ്പം ഇതിനകത്ത് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ട്രെയിനിങ് കാണും, അൺഒഫീഷ്യലായിട്ട് കാണും. അതൊക്കെ ആയിരിക്കും ഫിലിമിൽ കാണുന്നത്. ഫിലിമിൽ ചിലപ്പം ഇച്ചിരി എക്സ്ട്രായും കുറവായിട്ടൊക്കെ കാണിക്കുമായിരിക്കും. പക്ഷേ എനിക്കിതിപ്പോൾ ഇതേ പറയാനുള്ളൂ, സാധാരണ ഇറ്റ് ഇസ് ടഫ്, ഇറ്റ് ഹാസ് ടു ബി ടഫ്. അത് ഈസി ആവാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്ര വലിയ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. നമ്മളെല്ലാം മനുഷ്യർ തന്നെയല്ലേ. അപ്പം നമുക്ക് ആ ഒരു ബിലീഫ് ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഈസി ആവും. ആഗ്രഹം ഇല്ലെങ്കിൽ ദെൻ നത്തിങ് ഈസി. അതൊരു ഡ്യൂട്ടി ആയിട്ട് മാറും. സ്നേഹത്തോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡ്യൂട്ടി ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡ്യൂട്ടിയും സ്നേഹത്തോടെ തന്നെ വരുന്ന ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ദൈവവിളിയാണെന്ന്. മിലിറ്ററി ഈസ് എ കോളിംഗ്, ഇറ്റ്സ് എ ദൈവവിളി. അപ്പം നമ്മൾ സാധാരണ ടീച്ചിങ്, ക്ലർജി, മിലിറ്ററിയിലാണ് കോളിംഗ് പറയുന്നത്. അപ്പം കോളിംഗ് എന്ന് പറയുന്നതിനകത്ത് ഇപ്പം നമ്മൾ ഒരു ജോബ്, പ്രൊഫഷൻ, വൊക്കേഷൻ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. ജോബ് എന്ന് പറയുന്നത് സംതിങ് യു ഡു ടു ഏൺ എ ലിവിങ്. പ്രൊഫഷൻ ഒരു സ്കിൽ എലിമെൻ്റ് ഉണ്ട്, വൊക്കേഷൻ ഒരു ലൈക്ക് എലിമെൻ്റ് ഉണ്ട്. അപ്പം കോളിംഗ് എവിടെയാണ്? കോളിംഗ് ലവ്. It's a way of life. This is what I want to do for the rest of my life.
നമ്മൾ ആ രീതി വേണം നമ്മുടെ പ്രൊഫഷൻ കാണാൻ. ഏത് പ്രൊഫഷൻ ആണെങ്കിലും നമ്മൾ ആ രീതി വേണം കാണാൻ. ഇപ്പോൾ ഒരു ഡോക്ടർ പറയുന്നത് എൻ്റെ പ്രൊഫഷൻ ഒരു ദൈവവിളിയാണെന്ന് പറഞ്ഞാൽ ഹി ഷുഡ് ബി ദെയർ ബിക്കോസ് ഹി എൻജോയ്സ് ദ സർവീസ്, അല്ലാതെ പൈസയുടെ പുറകെ ഓടാനല്ല. അപ്പം നമ്മൾ ആ രീതി ചിന്തിച്ചാൽ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണോ ഈസി സിറ്റുവേഷനാണോ നമ്മൾ ബിക്കോസ് യു ചോസൻ ഇറ്റ് ആൻഡ് യു എൻജോയ് ഡൂയിങ് ഇറ്റ് എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. ഇപ്പം സാധാരണ ഒരു ഫേമസ് ഒരു കഥയുണ്ട്. ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് ഒരു മൗണ്ടനിൽ വന്നു, ഒരു നണ്ണറിയിൽ വരുന്നു, ആൽപ്സ് സ്വിറ്റ്സർലൻഡിൽ. ആൻഡ് ഈ കൊച്ചു പിള്ളേരൊക്കെ എന്തിനാ നണ്ണറി ജോയിൻ ചെയ്യുന്നതിന് അറിയാൻ വേണ്ടിയാണ് പുള്ളി വരുന്നത്. അപ്പോൾ അതിനകത്തൊരു കൊച്ചിനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞു, എന്തിനാ പുറത്ത് പോയി പഠിച്ചാൽ യു ക്യാൻ മേക്ക് മണി, യു ക്യാൻ എൻജോയ് ലക്ഷറീസ് ഓഫ് ലൈഫ്, നല്ല കാറ്, നല്ല വീട് ഒക്കെ പറഞ്ഞുകൊണ്ട് ദൂരെ ഒരു ബംഗ്ലാവ് കാണിക്കും മൗണ്ടൻ്റെ അപ്പുറത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു ബംഗ്ലാവിൽ താമസിക്കാമെന്ന് പറയും. അപ്പോൾ ആ കൊച്ചു പറയും, ഞാൻ ആ ബംഗ്ലാവ് വിട്ടിട്ട് ഇങ്ങോട്ട് വന്നെന്ന് പറയും. അപ്പോൾ അതാണ് ദൈവവിളി എന്ന് പറയുന്നതിൻ്റെ ഇതാണ്. വളരെ ഇഷ്ടംപോലെ ഞാനിപ്പം ഡൽഹിയിലായിരുന്നപ്പോൾ ഒരു കോൺവെൻറ്റ് ഓഫ് ജീസസ് ആൻഡ് മേരി, ഇറ്റ്സ് ഒരു നല്ലൊരു സ്കൂളാണ്. അതിൻ്റെ ഹെഡ് ഗേൾ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആവുന്നതാണല്ലോ ഉള്ള കൊച്ചാണല്ലോ ഹെഡ് ഗേൾ. അത് അതിൻ്റെ 12ാം ക്ലാസ് കഴിയുമ്പം പ്രിയ ആ കൊച്ച് നേരെ മിണ്ടാമഠത്തിലോട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് കോളിങ്. ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഒത്തിരി പേരുടെ പേരൻസ് പറയും ജോയിൻ ചെയ്യേണ്ട. അപ്പോൾ എൻ്റെ തന്നെ അമ്മ പറഞ്ഞില്ല ജോയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്നാലും നമ്മൾ ജോയിൻ ചെയ്യാം. അപ്പം അന്ന് ഞാൻ ജോയിൻ ചെയ്തത് വേറെ ഇത് പട്ടാളം മിലിറ്ററി എന്ന് വിചാരിച്ചുകൊണ്ടല്ല, എന്നെ ഒരു എക്സാം പാസ്സായി എന്തിനെ വിടുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യത്തിലാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഇപ്പം ഞങ്ങളുടെ ബാച്ചിൽ തന്നെ കുറേ പേരുണ്ട് കുറച്ചും കൂടെ മിലിറ്ററി ജോയിൻ ചെയ്താലും പേരൻസ് അത് സമ്മതിച്ചാലും ഒരു കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ഫീൽഡിലോട്ട് കയറല്ലേ, ഫൈറ്റർ പൈലറ്റ് ആവല്ലേ, ഇൻഫൻട്രിയിലോട്ട് പോകല്ലേ, ഇങ്ങനെ പറയുന്നത്. വന്നാലും പിള്ളേർ പോകുന്നവരുണ്ട്. എനിക്കറിയാവുന്നൊരു കൊച്ചുണ്ട്, എൻ്റെ തന്നെ സ്കൂളിൽ പഠിച്ചതാണ്, ഫൈറ്റർ പൈലറ്റ് ആവണമായിരുന്നു. അപ്പം ആ സ്കൂളിൽ തന്നെ പഠിച്ച വളരെ ജൂനിയറാണ്. അപ്പം പേരൻസും അവൻ ഫൈറ്റർ പൈലറ്റ് ആവണ്ടെന്നായിരുന്നു. പക്ഷേ അവൻ ഫൈറ്റർ പൈലറ്റായി, Su-30 പൈലറ്റായിരുന്നു. ഒരു വർഷം കഴിഞ്ഞ് ഒരു ആക്സിഡൻറ്റ് മരിക്കുകയും ചെയ്തു, ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് അച്യുദേവ്. പക്ഷേ ദാറ്റ് ഈസ് ഹിസ് ചോയ്സ്. അതാണ് നമ്മളപ്പം ഒരു ദൈവവിളി എന്ന് കാണും, ഒരു കോളിംഗ് എന്ന് കാണും. അപ്പം ഡ്യൂട്ടി കമ്മിറ്റ്മെൻറ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി വരും. നമുക്കൊരു സെറ്റ് ബാക്ക് ഉണ്ടായാലും നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഈ ടഫ് സിറ്റുവേഷൻസ് വരുന്ന പറയും നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പണിഷ്മെൻ്റ് ഒക്കെ ഒരുമിച്ച് എടുക്കുമ്പം ശരിക്കും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ആ സമയത്താണ്. ഞങ്ങളൊക്കെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാവരും ഒരുമിച്ചുണ്ട്, എല്ലാവരും ഒരുമിച്ചുണ്ടപ്പോൾ ഉണ്ട്, ആ രീതിയിൽ തന്നെ പോകത്തുള്ളൂ. അപ്പം അതൊരു പ്രത്യേക ഒരു കഴിവാണ്. പക്ഷേ അങ്ങനെ വരുന്നത്. ഞാനിപ്പോഴും നേവിയിൽ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ പിള്ളേരോട് അതാ പറയുന്നത്, എല്ലാവരും കൂടെ ഒരുമിച്ച് പണിഷ്മെന്റ് കിട്ടുമ്പോൾ സന്തോഷമല്ലേ, അടിച്ചു പൊളിക്കാമല്ലോ എന്നുള്ള രീതിയിലല്ലേ. നൈസ്. അപ്പോൾ എനിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും പറയാനുള്ളത് ഇത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഏതൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അതൊരു ശരിക്കും സാറ് പറഞ്ഞ പോലെ ഒരു കോളിംഗ്, അതിനെ ഫോളോ ചെയ്തിട്ടാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ജോബ് ആവട്ടെ, പ്രൊഫഷൻ എല്ലാം കൂടി നമുക്കതിൽ ഒറ്റയടിക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഒരു പ്രൊഫഷൻ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മളൊരു പാട്ടിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചെത്തുന്നുണ്ട്. ഉയരയിലെ പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് നമ്മൾ ഉയരയിൽ ആർമി ഡേ സ്പെഷ്യൽ ഒരു ഇൻഫർമേഷൻസ് ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഇന്ന് നമ്മോടൊപ്പം ഒരു എക്സ്പെർട്ട് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടെയുള്ളത് കമ്മഡോർ അനിൽ സാർ. നമ്മുടെ കോൺവെർസേഷനിൽ കുറച്ച് മുൻപേ വന്നൊരു കാര്യമാണ്, ലൈക്ക് പാരൻസിന് താല്പര്യം ഉണ്ടാവില്ല, മേ ബി അവർ പേടിച്ചിട്ടായിരിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് അവർ ഈ ഒരു ജോലിയിൽ വന്നതിന് ശേഷം ബുദ്ധിമുട്ടായിട്ട് അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതൊക്കെ ടെൻഷനായിട്ടായിരിക്കും. പക്ഷേ കുട്ടികൾ കുറേയധികം ആളുകളും ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. സോ അവരുടെ നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്താലല്ലേ, നമ്മൾ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ കോളിംഗ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ പറ്റുള്ളൂ. സോ പാരൻസ് പേടിച്ചിട്ടായിരിക്കും, പക്ഷെ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും സാറിന്റെ പക്കൽ? പേരൻസിന് എന്തെങ്കിലും ഒരു ഒപ്പോസിഷൻ ഉണ്ടെങ്കിലും അതിനൊരു കാരണം കാണുമായിരിക്കും. നമ്മൾ ആ കാരണത്തിനെയാണ് അഡ്രസ് ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ വെറുതെ ഒരു ഒപ്പോസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വഴക്ക് പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതിനകത്ത് നമ്മൾ അവരുടെ കാരണം എന്നാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പം പേരൻസ് ആണെങ്കിലും പിള്ളേരോട് ഓപ്പണായിട്ട് അവരുടെ എന്താണെന്നുള്ള കാരണം പറയണം. എനിക്കറിയാമല്ല,
അമരൻ എന്ന് പറഞ്ഞ ആ ഫിലിം ഇപ്പം വന്ന് അതിനകത്ത് ഒരു പെണ്ണ് സൈപ്പല്ലവിയുടെ പേരൻറ്റിൻ്റെ ഇത് മിലിറ്ററിക്കാരനായിട്ടും വേണ്ട ബിക്കോസ് ഇറ്റ്സ് ടഫ് ലൈഫ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാരണം പറയുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരു കാരണം കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഇഷ്യൂ ആണ് അഡ്രസ്സ് ചെയ്യേണ്ടത്. പിള്ളേരുടെ ആഗ്രഹം എന്ന് പറയുന്നത് പിള്ളേർ ചിലപ്പം ആഗ്രഹം ശരിയായിട്ട് വന്നതാണോ എന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ് പേരൻസ് ചോദിക്കുന്ന ആ ഒരു ചോദ്യമുണ്ട്. ഞാനും ഒരു പേരൻ്റാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് നമുക്ക് പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് ചിന്തിക്കണമല്ലോ. അപ്പോൾ നമ്മൾ വേണ്ടിയത് തന്നെ ശരിയാണെന്ന് പറയുന്ന ആവശ്യമില്ല. അപ്പോൾ ഒരു സൗണ്ടിങ് ബോർഡായിട്ട് എടുത്താൽ മതി. ആ ഒരു സംസാരം വേണം. പക്ഷേ ഏതായാലും എല്ലാവർക്കും അവരുടെ ആഗ്രഹത്തിൽ ചെയ്താലാണ് കുറച്ചും കൂടെ എൻജോയബിൾ. അപ്പോൾ ആ ഒരു ഡിസ്കഷണൽ മോഡിൽ അത് കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം മിക്കവർക്കും ഈ പേടി ഒക്കെ മേ ബി ഡെത്ത് മരിച്ചു പോകും എന്നുള്ളതാണ്. അപ്പം അത് എവിടെ വേണമെങ്കിലും ആവും. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴും ആവും. നമുക്ക് ആരും നാളെ എന്നാ സംഭവിക്കുന്നതെന്നുള്ള ഇൻട്രസ്റ്റിംഗ്ലി ഞങ്ങളുടെ പള്ളിയിൽ ഒരു അച്ഛൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു, നിങ്ങൾ എത്ര പേര് സ്വർഗത്തിൽ പോകാൻ താല്പര്യപ്പെടുന്നു? അപ്പോൾ കുറേ പേരുടെ കൈപൊക്കി. എത്ര പേര് ഇന്ന് സ്വർഗത്തിൽ പോകാൻ താല്പര്യപ്പെടുന്നു? ഞാൻ മാത്രമേ കൈ പൊക്കിയുള്ളൂ. അത് വേറെ കാര്യം. അപ്പോൾ എന്നോട് വല്ലവരും ചോദിച്ചു, ഭാര്യയുടെ പെർമിഷൻ എടുത്തോളാണെന്ന് വല്ലവരും ചോദിച്ചു. അപ്പോൾ അത് വേറെ കാര്യം. ബട്ട് യു ഷുഡ് ബി റെഡി എനി ടൈം എന്നുള്ള ഇതാണ്. ബട്ട് ദാറ്റ് അസൈഡ് നമ്മളൊരു ഡിസ്കഷനിൽ വേണം എന്തിനാന്നുള്ള കാരണം. ചിലർ ടഫ് ലൈഫ് അത് പറയും. ഇപ്പം ഞാൻ മിക്ക ഷിപ്പും കമാൻഡ് ചെയ്ത സമയത്ത് ഞാൻ സാധാരണ പിള്ളേരെ ഷിപ്പ് കാണിക്കാൻ കൊണ്ടുവരും. അപ്പോൾ ഷിപ്പ് കാണിക്കാൻ കൊണ്ടുവന്നിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ്സ് അവരോട് സംസാരിക്കും. അപ്പം എത്ര പേര് മിലിറ്ററി ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയും. അപ്പം ഒത്തിരി പേരൊന്നും കാണത്തില്ല. അപ്പം എനിക്ക് സാധാരണ എല്ലാത്തിനും ഒരു വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, എന്തിന്? അപ്പം മിക്കവരും പറയുന്ന റീസൺ ഹാർഡ് വർക്കാണ്. ഞാൻ പറയുന്നത് യു ഡോണ്ട് ലൈക്ക് ദ നേവി, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. യു ഡോണ്ട് ലൈക്ക് ദി ആർമി, ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ബട്ട് ഇഫ് യു സേ ഇറ്റ്സ് ഹാർഡ് വർക്ക്, ഏത് കാര്യത്തിനാണ് ഹാർഡ് വർക്ക് ഇല്ലാത്തത്? അപ്പോൾ ഈ പേരൻസും പറയുന്നത് ടഫ് ലൈഫാന്ന് പറയുന്നത്, പേരൻസ് പറയുന്നതും പിള്ളേർ പറയുന്നതും ടഫ് ലൈഫ് എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഏത് കാരണത്തിനാണ് നമ്മൾ നോ പറയുന്നത്? നമുക്ക് ഇഷ്ടമില്ല, നോ പ്രോബ്ലം. പക്ഷെ അല്ലാതെ അതിനകത്തുള്ള കാരണം എന്ന് പറയുന്നത് ഫേസിങ് ഡെത്ത്, ഡിഫിക്കൽട്ട് ലൈഫ് അതൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും അതിനകത്തുള്ള ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ട്. പക്ഷെ എനിക്ക് പറയാൻ പറ്റുന്നത് മിലിറ്ററി എന്ന് പറയുന്നത് വളരെ യുണീക്ക് പ്രൊഫഷനാണ്. എല്ലാവരും അവരുടെ പ്രൊഫഷൻ, ടീച്ചേഴ്സ് പറയും നോബ്ലസ്റ്റ് ഓഫ് പ്രൊഫഷൻസ്, ക്ലർജി പറയും നോബ്ലസ്റ്റ് ഓഫ് പ്രൊഫഷൻ, ഞങ്ങളും പറയുന്നത്. ഞാൻ പറയുന്ന മിലിറ്ററി ഈസ് എ പ്രൊഫഷൻ ഓഫ് പ്രൊഫഷൻസ് ആണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാനുള്ള അതിനകത്തോട്ടുള്ളൊരു ചാൻസ് ഉണ്ട്. ഞാൻ ഒരു നേവിക്കാരൻ, അപ്പോൾ ഒരു നേവി എക്സാമ്പിൾ തരുന്നു. അപ്പോൾ ഇതേ വേദിയിൽ ഞാൻ ആർമിക്കാരോട് അപ്പോളജൈസ് ചെയ്യുന്നു, ഞാൻ എവിടെ ഇരുന്ന് സംസാരിക്കുന്നതെന്നുള്ള എൻ്റെ ആഗ്രഹം ആർമി ആയതുകൊണ്ടുള്ള കാരണമാണെങ്കിൽ ആയിരിക്കാം. പക്ഷേ നേവിയിൽ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഷിപ്പ് ഇസ് ലൈക്ക് എ സിറ്റി. അത് കര വിട്ടു പോകുമ്പോൾ ഒരു സിറ്റിയിലുള്ള എല്ലാ സാധനവും അതിനകത്ത് വേണം. അതിൻ്റെ അർത്ഥം ഒരു സിറ്റിയിലുള്ള എല്ലാ പ്രൊഫഷൻസും അതിനകത്തുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ, ഞങ്ങളെ ആരും അക്കൗണ്ടൻസി പഠിപ്പിക്കുന്നില്ല. അപ്പം ഞങ്ങളിൽ തന്നെ ഒരാൾ അക്കൗണ്ടൻറ്റ്, ഞങ്ങളിൽ തന്നെ ഒരാൾ CA. ഞങ്ങൾ CA ഓഡിറ്റിംഗ് ചെയ്യുന്നത് പുറത്ത് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും ഒരു ഓഡിറ്റിംഗ് ഷീറ്റ് കണ്ടാൽ എനിക്ക് മനസ്സിലാവും, മറ്റവർക്ക് മനസ്സിലാവുന്ന പോലെയല്ല. ഞങ്ങളുടെ ആ ബാലൻസ് ക്രെഡിറ്റ്, ബാലൻസ് ഡെബിറ്റർ എന്നാണെന്നുള്ളതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് ആ നോട്ടത്തിൽ തന്നെ കിട്ടും. ഇപ്പം വേറെ ഒരു പണിഷ്മെൻറ്റ്സ്, കുറ്റങ്ങളും മിസ്റ്റേക്സ് ആൾക്കാരുണ്ടാക്കുമല്ലോ. അപ്പം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറാണ് പ്രോസിക്യൂട്ടർ, ആ പയ്യൻ്റെ ഡിവിഷണൽ ഓഫീസറാണ് ഡിഫെൻഡിങ് ഓഫീസർ. 2 ലോയറായോ? കമാൻഡിങ് ഓഫീസറാണ് ജഡ്ജ്. ആരും ഞങ്ങളെ ലോ പഠിപ്പിക്കുന്നില്ല. ഇതിനകത്ത് ഞാൻ ഇതും പറയുന്നത്, ഇപ്പം പുറത്തൊരു ജഡ്ജ് ആർക്കെങ്കിലും പണിഷ്മെൻറ്റ് കൊടുത്താൽ അവനെ കാണുന്നില്ലല്ലോ അത് കഴിഞ്ഞ്. അതേസമയം നമ്മൾ പണിഷ്മെൻറ്റ് കൊടുത്ത് നാളെ അവൻ്റെ നിന്ന് തന്നെ ജോലി എടുക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് അല്ല, കറക്റ്റ് അല്ലെങ്കിൽ ചെയ്യാനുള്ള ഇതുണ്ട്. അപ്പം മിലിറ്ററി ഈസ് ആക്ച്വലി നമ്മൾ തന്നെ ഒരു മിലിറ്ററിക്കാരൻ തന്നെ അറിയുന്നില്ല വാട്ട് ഈസ് ഹി ഡൂയിങ്. ഈസ് ഡൂയിങ് എവറിത്തിങ്. അപ്പം capable of doing everything. ആ ഒരു എൻജോയ്മെൻറ്റ് കിട്ടും നമുക്ക്. ഫ്രണ്ട്ഷിപ്പ്, ദ ടൈപ്പ് ഓഫ് ഫ്രണ്ട്സ് യു ബിൽഡ് ഇൻ ദ സിംഗം. നമ്മൾ ആ ടഫ് ടൈംസിലാണ് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു കംറാഡറി, ഞങ്ങൾ പറയുന്ന കംറാഡറി എന്നാണ് പറയുന്നത്. അപ്പം മിലിറ്ററിയിൽ വേറെ ഒരു യുണീക്ക് തിങ് ഉണ്ട്, സ്പിരിറ്റ് ഡി കോർ എന്ന് പറയുന്നതിനകത്ത്. നമ്മൾ ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ ഞങ്ങളാരും മിണ്ടത്തില്ല, എല്ലാവരും കൂടെ ഒരുമിച്ച് പണിഷ്മെൻറ്റ് എടുക്കും. ആ പയ്യൻ തോന്നുമ്പം അവൻ തന്നെ പോയി പറയും ഐ ഡിഡ് ഇറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഞാൻ വേറെ ആർക്കും, ഇപ്പം ബാച്ചിൽ 20 പേരുണ്ട്, ബാക്കി 19 പേരും മിണ്ടത്തില്ല. ഈക്വൽ പണിഷ്മെന്റ് അല്ല, അവൻ ചെയ്ത കുറ്റത്തിന് ഞങ്ങൾ എല്ലാവരും പണിഷ്മെന്റ് എടുക്കും. അവൻ തന്നെ പോയി പറയണം ഞാനാ ചെയ്തെന്ന്. പക്ഷെ അതൊരു മോറൽ കറേജിന്റെ പാട്ട്. ഉറപ്പായിട്ടും ഞാൻ കാരണം മറ്റുള്ളവർ ഒരു സ്റ്റേജിൽ അവൻ പോകും. ആദ്യം വേണമെങ്കിൽ ഇങ്ങനെ എങ്ങനെ തുടങ്ങും, എല്ലാവരും കൂടെ കിട്ടും. ഇച്ചിരി നേരം കഴിയുമ്പോൾ അവൻ പോയി പറയും. ഇതൊരു ബോണ്ടിങ് ആണ് അങ്ങനത്തെ. അപ്പം ഇങ്ങനത്തെ പല വാല്യൂസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ട്രെയിനിങ് പീരീഡിലൊക്കെ ഞങ്ങൾക്ക് വേറെ ഒരുത്തിൻ്റെ പണിഷ്മെൻറ്റ് കാരണം ഇഷ്ടംപോലെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ പറയേണ്ടി അവനാണ്, നമ്മളല്ല. അവൻ തന്നെ പറയണം. അപ്പോൾ ആ മോറൽ കറേജിൻ്റെ ഒരു ഭാഗം കൂടെയാണ് വരുന്നത് അതിനകത്ത്.
ഓ പ്രൊഫഷനിലേക്ക് നമ്മൾ ആപ്റ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കുറെ ക്വാളിറ്റീസ് അതിൽ നിന്ന് കിട്ടും അല്ലേ? ഓ നൈസ്. ഞാനിത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഗൂസ് ബംസ് വന്നുകൊണ്ടിരിക്കുന്നത്. യെസ്, നമ്മൾ എന്തായാലും ഇനിയും കുറച്ചധികം കാര്യങ്ങൾ ഈ ഒരു മേഖലയെ പറ്റിയിട്ട് അറിയുന്നുണ്ട്. പക്ഷേ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചെത്തുന്നുണ്ട്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതൂരം കരുതലായി കാലത്തിനൊപ്പം. ആൻഡ് അന്നയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ ആർമി ഡേ സ്പെഷ്യൽ ഉയരെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കമ്മഡോർ അനിൽ നമ്മോടൊപ്പം കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ കുറേയധികം എക്സ്പീരിയൻസും കുറേയധികം ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാൻ. സാർ, നമുക്കിനി അറിയാനുള്ള ഒരു കാര്യം, ഇപ്പോൾ റിട്ടയർമെന്റ് ഉണ്ട് ഈ ഒരു ഫീൽഡിൽ, അതുപോലെ തന്നെ വോളണ്ടറി റിട്ടയർമെന്റ് നമുക്ക് എടുക്കാം. പക്ഷേ ഇത് രണ്ടും കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ വ്യത്യാസമായിരിക്കും അല്ലേ? ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ എങ്ങനെയായിരിക്കും? ഇപ്പോൾ സാറും റിട്ടയർ ചെയ്തൊരു വ്യക്തിയാണ്. സോ ഡെഫിനറ്റ്ലി നമുക്ക് ആ ഒരു വ്യത്യാസം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്കറിയാം. ഒരു മിലിറ്ററി സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും വി വെരി ഹാപ്പി, ലക്കി വിത്ത് ദി എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന എക്സ്പീരിയൻസ്. അപ്പം ഞാൻ എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിട്ട് അക്കൗണ്ട് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയേക്കുന്ന എക്സ്പീരിയൻസസ് എല്ലാം വളരെ വലിയൊരു ബ്ലെസ്സിങ്. ഐ എം വെരി ലക്കി. ഞാൻ എല്ലാ ടൈപ്പും ജോലികൾ ചെയ്തിട്ടുണ്ട്. ഓപ്പറേഷൻസ് ആണോ, ട്രെയിനിങ് ആണോ, അഡ്മിനിസ്ട്രേഷൻ ആണോ, ഇച്ചിരി സിംഗുലർലി ലക്കിയാണ്. നല്ല ടഫ് അസൈൻമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. സോ വെരി വെരി ലക്കി ഫ്രം ദാറ്റ് കൗണ്ട് മീ പേഴ്സണലി. പക്ഷെ മിക്കവരും ഇറങ്ങുമ്പം മിക്കവരും ആ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. ബിക്കോസ് യു ബിക്കം വാട്ട് യു ആർ ബിക്കോസ് ഓഫ് വാട്ട് ദി എക്സ്പീരിയൻസ് ദ മിലിറ്ററി ഈസ് ടോട്ട് യു. അതൊന്ന്. പക്ഷേ റിട്ടയർമെൻറ്റ് ചെയ്യാൻ പല ഇതുണ്ട്. ഇപ്പം ചിലവർക്ക് എപ്പം വേണമെങ്കിലും ഇറങ്ങാം. മിക്കവർക്കും ഒരു ധാരണയോടെ ഒരു ബോണ്ട് ഉണ്ട്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ട്. ആർക്ക് വേണമെങ്കിൽ എപ്പം വേണമെങ്കിലും ഇറങ്ങാം. ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് എപ്പം വേണമെങ്കിലും. ട്രെയിനിങ് പീരീഡിൽ തന്നെ ഇറങ്ങുന്ന പിള്ളേരുണ്ട്. ആദ്യമത്തെ എസ്പെഷ്യലി അഗ്നിവീർ സ്കീമിലൊക്കെ ആദ്യമത്തെ 2 വർഷം എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി പെനാൽറ്റി നമുക്ക് പുറത്തിറങ്ങാം. ഞങ്ങളെപ്പോലെയുള്ളവർ ഈ മിലിറ്ററി സ്കൂളും പഠിച്ചു, NDAയും പഠിച്ചു. ഞങ്ങൾ നേരത്തെ ഇറങ്ങാൻ നോക്കി. ഞങ്ങൾക്ക് ഇച്ചിരി യു ഹേവ് ടു പേ ബാക്ക് സംതിങ് ടു ദ ഗവൺമെൻറ്. ഞങ്ങളുടെ ആ ട്രെയിനിങ്ങിൻ്റെ ഒരു ലോസ് ഉണ്ടല്ലോ. പക്ഷേ ദാറ്റ് ഇസ് എ സെക്കൻഡറി ഇഷ്യൂ. മോർ ഇമ്പോർട്ടൻറ്റ് ഇഫ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് യു ക്യാൻ ലീവ് എനി ടൈം. പെൻഷൻ വേണമെങ്കിലാണ് നമ്മൾ ഈ 15-20 കേൾക്കുന്നതിൻ്റെ പെൻഷൻ വേണമെങ്കിലാണ്. പെൻഷൻ വേണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും ഇറങ്ങാം. പെൻഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ജവാനായിട്ട് ഇരിക്കുവാണെങ്കിൽ 15 വർഷം കഴിഞ്ഞ് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു ഓഫീസറായിട്ട് ഇരിക്കുവാണെങ്കിൽ 20 വർഷം കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഏജിൻ്റെ അപ്പുറം നമ്മളെ വെക്കത്തുമില്ല. ഇപ്പം ഞാനൊരു കമ്മഡോറാണ്, ബ്രിഗേഡിയർ ഈക്വലൻ്റ് ആണ്. അപ്പോൾ എനിക്ക് 56 വയസ്സിൽ ഇറങ്ങിയേ പറ്റൂ. ഒരു റിയർ അഡ്മിറൽ മേജർ ജനറലാകുമ്പോൾ 58, ഒരു വൈസ് അഡ്മിറലാകുമ്പോൾ 60. ഞാനിതിൻ്റെ ലോജിക്ക് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ അപ്പം നമുക്ക് ഇതിനകത്ത് കൂടുതൽ നമുക്ക് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ് ആർ ഗുഡ്, പെൻഷൻ ഇസ് വെരി ഗുഡ്. പക്ഷേ എനിക്കൊരു സങ്കടം പറയാനുള്ളത്, ഞങ്ങളെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ അങ്ങോട്ട് വേറെ ഒരു ഫീൽഡിലോട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. സത്യം, ഞാനത് ചോദിക്കാനും കൂടി വരുമായിരുന്നു. ഇന്ത്യക്ക് പുറത്ത് മിക്ക വെസ്റ്റേൺ കൺട്രീസിൽ മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ആൾക്കാരെ കൊത്തിക്കൊണ്ട് പോകാനായിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുക. ഇന്ത്യയിൽ അതില്ല. ഇന്ത്യയിൽ ഞാൻ കുറ്റം പറയുമല്ല, IASകാർക്കും IPSകാർക്കാണ് കൂടുതലും ഫോക്കസ് അവിടെ. ഒരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഉള്ളവർക്കാണ് കൂടുതൽ ഫോക്കസ് ഇവിടെ. ഇത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. ഈ എക്സ്പീരിയൻസ് ഞാൻ NDC എന്ന് പറഞ്ഞുകൊണ്ടൊരു കോഴ്സ് ചെയ്തിട്ടുണ്ട്. മിലിറ്ററിയിലുള്ള ഏറ്റവും ഹയസ്റ്റ് കോഴ്സ്. എൻ്റെ തീസിസ് അതിനകത്ത് ഹാർനസിങ് ദ ടാലൻറ്റ് ഓഫ് വെറ്ററൻസ് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു സിമ്പിൾ തിങ്, ഈ എക്സ്പീരിയൻസ് ഉള്ള ആളെ നമ്മൾ അവിടെ യൂസ് ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് എ വേസ്റ്റ് ഓഫ് എക്സ്പീരിയൻസ്. നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സിറ്റുവേഷൻ വന്നാലും ഒരു ഫേസ് ചെയ്യാൻ ഏതൊരു പ്രൊഫഷനെ പറ്റി പ്രൊഫഷനെ പറ്റി അറിയാം. അതെ അതെ. പിന്നെ അതേ ഉള്ളൂ ഇതിനകത്ത്. നമ്മുടെ കൺട്രിയിൽ ആ ഒരു ഇത് ആ രീതി ആൾക്കാർ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ നെഗറ്റീവ് പട്ടാളച്ചിട്ടയും ഇങ്ങനത്തെ സംസാരം പറഞ്ഞുകൊണ്ടുള്ള ഇതാണ്. കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങൾ. ഇപ്പം മിലിറ്ററിയിൽ നിന്ന് പുറത്ത് പറയുന്ന ആൾ പാരാമിലിറ്ററി ഫോഴ്സിലോട്ട് സെക്കൻഡ് ആവണം, എസ്പെഷ്യലി ഫോർ ദ മെൻ. പല കാര്യങ്ങളുണ്ട്. നമുക്ക് ബ്രിഡ്ജിങ് കോഴ്സസ് ഉണ്ട് IIMലും അവിടെയും ഇവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേറെ ഒരു ഇത് ചോദിക്കുന്നത്, ഇപ്പം IIMൽ ഒരു കോഴ്സ് ചെയ്ത് MBA ഡിഗ്രി എനിക്ക് വേണോ പ്രൂവ് ചെയ്യാൻ ഞാൻ ഒരു MBA ആണെന്ന്? എൻ്റെ ഈ എക്സ്പീരിയൻസിൻ്റെ തന്നെ വാല്യൂ ഞാൻ പറയുന്നത് നോട്ട് വിത്ത് എനി അറോഗൻസ്, വിത്ത് അട്ടർ ഹ്യൂമിലിറ്റിയാണ് ഞാൻ പറയുന്നത്. മൈ എക്സ്പീരിയൻസ് ഇസ് ഫാർ മോർ ദാൻ എനി IIM MBA.
പക്ഷെ അത് ആൾക്കാർ ആ രീതി ചെയ്യുന്നില്ല. ഒരു ഡിഗ്രി വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ അപ്പം ആ ഒരു ഇതുണ്ട്. പക്ഷേ മിക്കവരും ദേ ആർ ഡൂയിങ് വെൽ. മിക്കവരും പുറത്തിറങ്ങുന്നവർ നല്ലപോലെ ചെയ്യുന്നുണ്ട്, കഴിവുള്ളുണ്ട്, നാച്ചുറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുകൊണ്ട് മിക്കവരും നല്ലപോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇഫ് ഇറ്റ് ഇസ് ഗവൺമെൻറ് ഓർഗനൈസ്ഡ് ഇറ്റ് ഇസ് ദാറ്റ് മച്ച് ബെറ്റർ ആൻഡ് യു ആർ മേക്കിംഗ് യൂസ് ഓഫ് ദ ആ ടാലൻറ്റും ആ ട്രെയിനിങ്ങും. ഒരു പട്ടാളക്കാരന് ഞാൻ പറയുന്ന പുള്ളിക്ക് നോ പറയാൻ അറിയാൻ മേല. ഡിസിപ്ലിൻഡ് ആണ്, ഡിസിപ്ലിൻഡ് ആണ്. ഇങ്ങനത്തെ ആൾക്കാർ കൊത്തിയെടുത്തോണ്ട് പോകണം. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി അവർ ഫിറ്റ് ഫോർ എവറിത്തിങ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്റെ വിശ്വാസം അതാണ്. അതെ, നമുക്കിപ്പോൾ അറിയാലോ എത്രത്തോളം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഇത്രയും ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാനും. സോ സാർ പറഞ്ഞ പോലെ തന്നെ അവരെ എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നില്ല? വേറൊരു നമുക്ക് ആവശ്യമുള്ള കുറേയധികം മേഖലകളുണ്ട്. ഇഷ്ടംപോലെ ഓരോ പ്രൊജക്ടിന്റെ ഇൻചാർജ് ആക്കാം. സിമ്പിൾ, വെരി സിമ്പിൾ തിങ്. എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യുന്ന ഒരു പ്രൊജക്ട്, ഒരു നീഡിൻ ബി ഫുൾ ടൈം പേ, ആ പ്രൊജക്ട് തീരുന്നവരെ ഒരു ജോലിയായിട്ട് കൊടുക്കാൻ പറ്റും. എത്ര കാര്യങ്ങൾ ചെയ്യാം. ഉറപ്പായിട്ടും. പക്ഷെ എനിക്കുള്ള പേടി മേ ബി ഒരു വാല്യൂ സിസ്റ്റവും കൾച്ചറിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും. ഇവർ വന്നാൽ പൊട്ടാളച്ചിട്ട അങ്ങനത്തെ ഒരു പേടി ആണോ എന്നറിയാമല്ല. മോർ സൈക്കോളജിക്കൽ, നമുക്കറിയാവുന്ന ഒരാളെ അങ്ങനത്തെ ഒരു ചിന്തയായിരിക്കും. പക്ഷെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് നല്ലതല്ലേ? എക്സാക്ട്ലി, നല്ലതല്ലേ? ഞാനും ചോദിക്കുന്നത് ഇപ്പോഴാണ്, നല്ലതല്ലേ? അത് വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവരെ വേണ്ടല്ലോ. ഉറപ്പായിട്ടും. ഇപ്പോൾ എനിക്കും സാർ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റിന്റെ തന്നെ നിരവധി പ്രൊജക്ട്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ഓരോ ഏജ് കാറ്റഗറി ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രൊജക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ റിട്ടയർ ചെയ്ത കുറേയധികം വെറ്ററൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ബ്രെയിൻ സ്റ്റോമിങ്ങിലൂടെ തന്നെ കിഡിലനായിട്ടുള്ള സൂപ്പറായിട്ടുള്ള കുറേയധികം ഇനിഷ്യേറ്റീവ്സ് കൊണ്ടുവരാവുന്നതും കൂടിയുള്ളൂ അല്ലേ? ഞാൻ എൻ്റെ ആ തീസസ് തന്നെ ശരിക്കും എല്ലാ മിനിസ്ട്രിയിലോട്ടും പോയിട്ടുമുണ്ട്. പക്ഷേ അത് പിന്നെ അവരുടെ ആ ലെവലിൽ നടക്കുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ആ ഒരു തീസസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടാണ്. അതിൽ നിന്ന് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. ഇൻട്രസ്റ്റിംഗ്ലി 1985 ആണെന്ന് തോന്നുന്നു, മിസ്സസ് ഗാന്ധി മരിക്കുന്നതിന് തൊട്ട് മുമ്പം മിസ്സസ് ഗാന്ധി ഓർഡർ ചെയ്തായിരുന്നു ഈ ഒരു ഇഷ്യൂവിൻ്റെ മുകളിൽ ഒരു ഓർഡർ. ഇത് മിസ്സസ് ഇന്ദിരാഗാന്ധി. അപ്പം അത് പാർലമെൻറ്റിൽ ടേബിൾ ചെയ്യേണ്ടിയിരുന്നത് അത് KP സിംഗ് ദേവ് ആയിരുന്നു അന്ന് ഹെഡ് ചെയ്തത്, ഡിഫൻസ് മിനിസ്റ്റർ. അപ്പം അത് ടേബിൾ ചെയ്യേണ്ടി പുള്ളിക്കാരി മരിക്കുന്നതിൻ്റെ അസാസിനേഷൻ്റെ ഒരു ദിവസം മുമ്പായിരുന്നു. അത് നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ സ്റ്റഡി അങ്ങ് വെറുതെ പോയി. പക്ഷേ അതിനകത്തും ഞാൻ എൻ്റെ ആ തീസിസിൽ എന്താ ഇഷ്ടംപോലെ അതിൻ്റെ ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം മോള് പറഞ്ഞ പോലെ ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ദ ചോയ്സസ് നമ്മുടെ കൺട്രിയിൽ ദ യുണീക്നെസ് ഓഫ് ആ കൺട്രി, നമുക്ക് എല്ലാത്തിനും റൂൾസും റെഗുലേഷനും ഉണ്ട്. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആരുമില്ല, എൻഫോഴ്സ് ചെയ്യാൻ ആരുമില്ല. ഞാൻ തിരിച്ചു വയ്ക്കുന്നൊരു ക്വസ്റ്റ്യൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എൻഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമുക്കറിയാമെങ്കിൽ നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുക. എന്തിനാണ് നമ്മളിപ്പം ഒരു റോഡിൽ കൂടെ പോകുന്നു, ഇപ്പം എറണാകുളത്ത് തന്നെ ഉണ്ട്, നമ്മൾ വെന്തുരുത്തി പാലത്തിൽ നിന്ന് ഇറങ്ങുമ്പം തേവരോട് ടേൺ ചെയ്യാൻ ആദ്യമത്തെ ഒരു നോ റൈറ്റ് ടേണാണ്. രണ്ടാമത്തത് 2 വീലർ 3 വീലർ യൂ ടേണാണ്. അതൊരു പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കൽ. ഇച്ചിരി കൂടെ മുമ്പോട്ട് പോയി ഷിപ്പ് യാർഡിൻ്റെ വാതിക്കലാണ് 4 വീലറിൻ്റെ ടേൺ. പക്ഷേ എല്ലാ 4 വീലറും 2 വീലർ 3 വീലറിൻ്റെ അവിടെയാണ് ടേൺ ചെയ്യുന്നത്. അതൊരു പോലീസ് സ്റ്റേഷൻ്റെ വാതിക്കയാണ്. പോലീസ് സ്റ്റേഷനും അവരും പിടിക്കുന്നില്ല. പക്ഷേ പോലീസ് പിടിക്കുന്ന വേറെ കാര്യം, നമുക്ക് വായിക്കാമല്ലോ 4 വീലറിൻ്റെ ടേൺ അവിടുന്ന് ടേൺ ചെയ്യും. അപ്പം കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റേഷൻ റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ലെന്ന് പറയുന്നിടത്തും കുറേയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. യു നോ ഇറ്റ് ഇസ് ദ റൈറ്റ് തിങ് ടു ഡു, സോ ഡു ദ റൈറ്റ് തിങ്. അപ്പോൾ എനിക്കും പറയാനുള്ളൊരു കാര്യം, നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ല ജെംസ് തന്നെയാണ് നമ്മുടെ ഓരോ വെറ്ററൻസും. സോ അവരെ ഏറ്റവും നന്നായിട്ട് തന്നെ റിട്ടയർ ചെയ്ത് വന്നിരിക്കുന്നവരെ ശരിക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി പലതരത്തിൽ അവരുടെ സർവീസ് നമുക്ക് കിട്ടട്ടെ. അങ്ങനൊരു പദ്ധതി അങ്ങനെ വരട്ടെ അല്ലേ? തീർച്ചയായും നല്ല കാര്യം. ഡെഫിനറ്റ്ലി യെസ്. അപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് പോകുന്നു. പാട്ടുകൾക്ക് ശേഷം നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കും ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM ആൻഡ് കൂടെയുള്ള തന്നെയാണ് 89.6 FM സർഗക്ഷേത്ര. Once again, welcome back to ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായ ഉയരെ. യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. ഇന്ന് January 15 ആർമി ഡേ സ്പെഷ്യൽ ഉയരെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മോടൊപ്പം കിഡിലനായിട്ടുള്ള മെമ്മറീസ് ഷെയർ ചെയ്യാനും അതുപോലെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനും കുറേയധികം ഇൻഫർമേഷൻസ് നമുക്ക് പകർന്നു നൽകാനും കൊമഡോർ അനിൽ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സാറിന്റെ ഇത്ര നാളത്തെ ഒരു സർവീസിൽ അല്ലെങ്കിൽ ഇത്ര നാളത്തെ ഒരു പ്രൊഫഷനിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മറക്കാനാവാത്തൊരു മെമ്മറി അതെന്തായിരിക്കും? ഇന്ത്യൻ നേവിയിൽ ഏകദേശം 45 വർഷത്തോളം 36 വർഷം നേവിയിൽ. പക്ഷെ ഞാൻ ഇടയ്ക്കൊന്ന് ചെറു കൂട്ടി പറയാനായിട്ടാണ് പറയുന്നത്, നമ്മുടെ ട്രെയിനിങ് പീരീഡും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. 45 വർഷം. അപ്പൊ ഏകദേശം 45 വർഷത്തോളം സാർ ഈ ഒരു മേഖലയിലുണ്ട്. സോ എന്തായാലും കുറേയധികം മെമ്മറീസ് സാറിന് ഷെയർ ചെയ്യാനുണ്ടാവും. അതിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു മൊമെന്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ടൈം ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും സാർ?
താങ്ക് യു അന്ന. ഞാൻ ശരിക്കും ഇങ്ങനെ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. എന്നോട് സാധാരണ ആൾക്കാർ ചോദിക്കുന്നുണ്ട് വിച്ച് വാസ് ദ ബെസ്റ്റ് ജോബ് ദറ്റ് യു ഡിഡ് ഇൻ യുവർ ചാനൽ. ഞാൻ എപ്പോഴും പറയുന്നത് ഇപ്പം ചെയ്യുന്നത്, ഇപ്പം ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നുള്ളൂ. എന്നാന്ന് പറഞ്ഞാൽ ചെയ്ത കാര്യം തീർന്നു, അതിൻ്റെ സമയം തീർന്നു, നമുക്ക് ചെയ്യാനുള്ള ടു ദ ബെസ്റ്റ് ഓഫ് അവർ എബിലിറ്റി നമ്മൾ ചെയ്തെന്നുണ്ടെങ്കിൽ അത് പിന്നെ ഓർക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ കഥകൾ ഇപ്പം ഒന്ന് ആലോചിക്കാൻ തുടങ്ങിയാൽ ഇങ്ങനെ ഒത്തിരി വന്നുകൊണ്ടിരിക്കും. ഇപ്പം വേണമെങ്കിൽ അപ്പം കുറേ കാര്യങ്ങൾ വരും. ഇപ്പം അതുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസ് വളരെ വളരെ വൈഡ് സ്പ്രെഡായ ഏത് കാര്യം വേണമെങ്കിലും എടുത്തോ, എന്നെങ്കിലും കഥ പറയാം. ജസ്റ്റ് ഒരു ടോപ്പിക് ഇട്ടാൽ മതി, നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്ന് ഒരു കഥ പറയാൻ പറ്റും. അതുപോലത്തെ എക്സ്പീരിയൻസസ് ആണ്. ഇപ്പം ഈ ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഞാൻ ആമിഡേയാണ്, ഞാനിപ്പോൾ ഷിപ്പിലോട്ട് പോകുന്നു. പക്ഷേ ഷിപ്പെന്ന് അതും ഇപ്പം നമ്മൾ ആർമിയിൽ നമ്മൾ സാധാരണ പറയുന്നത് സിയാച്ചിനിലിരിക്കുന്നു, ഒരു ഡിഫിക്കൽട്ട് ടെറൈൻസിലൊക്കെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നേവിയിൽ ഒരു ഷിപ്പിൽ പോകുമ്പം, കടലിലോട്ട് പോകുമ്പം നമുക്കൊരു എനിമിയുടെ ആവശ്യമില്ല. കടൽ തന്നെ പല രീതിയിൽ നമ്മുടെ കൂടെ ബിഹേവ് ചെയ്യും. വളരെ വളരെ നല്ല കാമായിരിക്കും, കംപ്ലീറ്റ്ലി മാറാം. ഓളമൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പോകാം. ഒരു സുനാമി വന്നെന്നിരിക്കും, ഒരു സൈക്ലോൺ വന്നെന്നിരിക്കും. സൈക്ലോൺ വന്നാലും നമ്മൾ ഫിഷർമെന്നോട് പോകല്ലേ എന്ന് പറഞ്ഞാലും നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ അപ്പം കടൽ തന്നെ നമ്മളെ ഒരു ടെസ്റ്റാണ്, നമ്മുടെ ഒരു ടെസ്റ്റ് ഓഫ് ക്യാരക്ടർ. അപ്പം ആർമിയിലാണെങ്കിൽ ഇപ്പം പറയാം ഒരു ഇൻസിഡൻറ്റോ ഒരു എൻകൗണ്ടറോ ഒരു ഓപ്പറേഷനിലോ അയാളുടെ ലീഡർഷിപ്പ് കാണും. നേവിയിൽ ആ ലീഡർഷിപ്പ് കാണാനായിട്ട് വേറെ ഇതിൻ്റെ ആവശ്യമില്ല. അതാ ഞാൻ പറഞ്ഞ ഒരു എനിമിയുടെ ആവശ്യമില്ല. ഷിപ്പ് എന്ന് പറയുന്ന ഒരു കൺഫൈൻഡ് സ്പേസുമാണ്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ലിറ്ററലി റബ്ബിങ് ഷോൾഡേഴ്സ് വിത്ത് എവരിബഡി. അപ്പം നമ്മുടെ ആൾക്കാർക്ക് നമ്മൾ ആരാണെന്ന് അറിഞ്ഞിരിക്കും. അപ്പം നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ അതുപോലെ ഒരു വാല്യൂ സിസ്റ്റമിലാണ് കയറേണ്ടത്. ഞാൻ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ 1-2 പറയാം. ഒന്ന്, ശ്രീലങ്ക. ഞാൻ IPKF-ലുണ്ടായിരുന്നു ശ്രീലങ്ക ഓപ്പറേഷൻസിൽ. അപ്പം ഞാൻ പറയുന്നത് ഞാൻ ശരിക്കും പ്രഭാകരൻ്റെ കൂടെ ചായ കുടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ IPKF ആയിട്ടാണ് പോയി, ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്. ആദ്യമൊന്നും ഇല്ലായിരുന്നു, യുദ്ധമൊന്നും തുടങ്ങിയില്ല. നമ്മളെല്ലാവരും ക്യാമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്നു, അങ്ങനെയായിരുന്നു. അവിടെ ഒരു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിട്ട് ആ ഒരു ജൂനിയർ റാങ്കിൽ തന്നെ എനിക്ക് ഓപ്പറേഷണൽ ബീച്ചിങ് ഒക്കെ ചെയ്യാനുള്ള അവസരം കിട്ടി. ബീച്ചിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലാൻഡിങ് ഷിപ്പാണ്. അത് ചെന്ന് കരയ്ക്ക് ഇടിക്കും, അതിൻ്റെ മുമ്പിലത്തെ ഇത് തുറക്കും, ടാങ്ക്സും ആൾക്കാരും റോൾ ഔട്ട് ചെയ്യും, പിന്നെ നമ്മൾ പോകും. അപ്പം ഇതൊക്കെ ശരിക്കും മൂവിയിലുള്ളേ ഉള്ളൂ. നമ്മൾ പണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ കണ്ട കാര്യങ്ങളാണ്. ഇത് ഓപ്പറേഷനിലാണ്. നമ്മൾ മറ്റേ സൈഡിൽ നിന്ന് ഫയറിങ് വരും, നമ്മൾ സർവേ ചെയ്യാത്ത ഒരു സ്ഥലത്തോട്ട് ഒരു ഡേഞ്ചറസ് ഏരിയയിലോട്ടാണ് പോയി ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ സമയത്ത് ഞങ്ങളുടെ അപ്പം ഞാൻ നേവിയിലാണ്, എൻ്റെ ആർമി ബാച്ച്മേറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു അംബുഷ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു ബാച്ച്മേറ്റിന്. രാജ്രിഫ് എന്ന് പറഞ്ഞൊരു റെജിമെൻറ്റിലായിരുന്നു അവൻ. അപ്പോൾ അപ്പം ഞങ്ങൾ നേവിക്കാർക്ക് ഒരു ഓർഡർ ഉണ്ടായിരുന്നു, കരയ്ക്ക് വരുമ്പം 1 മൈലിനപ്പുറത്തോട്ട് നമ്മൾ ലാൻഡിലോട്ട് പോകാൻ പാടില്ല, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പം. അപ്പോൾ ഇനി ഞാൻ വന്ന് ലാൻഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ന്യൂസ് ഇവൻ അംബുഷിലാണെന്ന്. അപ്പം ഞങ്ങൾക്കുള്ള ഓർഡർ 1 മൈൽ കഴിഞ്ഞ് പോകാൻ മേല. എന്നായും നമ്മൾ ആരെങ്കിലും കൂട്ടുകാരനുണ്ടെന്ന് സ്റ്റക്കാണെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പോകത്തില്ലേ. ഞാൻ പോയപ്പം വെടിയുണ്ട ഇവിടുന്ന് പോന്നു, മൈൻ അവിടുന്ന് ബ്ലാസ്റ്റ് ചെയ്യുന്നു, ആൾക്കാർ കത്തുന്ന കാണുന്നു, എല്ലാം കാണുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവൻ മരിച്ചായിരുന്നു. RS മുദ്ദർ, അവൻ്റെ ബോഡിയും കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പം ഇതൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരിതാണ്. നമ്മൾ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല എനിക്കുള്ള ഡേഞ്ചർ എന്നാണെന്നൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പം ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ കമാൻഡിങ് ഓഫീസർ എന്നെ വഴക്കും പറഞ്ഞില്ല. എന്നോട് ജസ്റ്റ് ഇതേ പറഞ്ഞുള്ളൂ, യു ഷുഡ് ഹാവ് ബീൻ മോർ കെയർഫുൾ എന്നേ പറഞ്ഞുള്ളൂ. അതിൽ കൂടെ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ ലൈഫിൽ തന്നെ ഇപ്പോൾ ഏതോ ജോലിയാണെങ്കിലും വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ജോലി ചെയ്തേക്കുന്നത്. ഒരു ഷിപ്പ് ഞാൻ കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഷിപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഷിപ്പിനെ ആദ്യമായിട്ട് ഷിപ്പ് യാർഡിൽ നിന്ന് പുറത്തിറങ്ങി അതിന് ആൾക്കാർ കയറി ആദ്യമായിട്ട് തുടക്കം ഇടുന്നത് ഷാർദൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഷിപ്പാണ്. അതും ഒരു ലാൻഡിങ് ഷിപ്പാണ്. അപ്പം ഞാൻ പറയുന്നത് ഷിപ്പിന് ജീവൻ കൊടുക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾക്കാർ വരാതെ ആ ഷിപ്പ് വെറുതെ അവിടെ ഒരു ചങ്ക് ഓഫ് സ്റ്റീലാണല്ലോ. അപ്പം അതിനകത്തും ഇഷ്ടം പോലെ നമ്മളൊരു ആ ഷിപ്പിൻ്റെ കമ്മീഷനിങ്ങിൽ എനിക്ക് ശരിക്കും 1.5-2 മണിക്കൂർ ലെക്ചർ എടുക്കാം, ആദ്യമത്തെ ദിവസത്തിനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ട്. അപ്പം നമ്മൾ അതുപോലെയാണ് നമ്മുടെ ആ ഷിപ്പിനോടുള്ള ഒരു ബോണ്ടിങ്. എസ്പെഷ്യലി നമ്മൾ തുടക്കം ഇടുന്ന രീതിയിലാണ് ബാക്കി എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മളാണ് ആ വാല്യൂസും ട്രഡീഷനും എല്ലാം ലേ ഡൗൺ ചെയ്യുന്നത്. ആ ഷിപ്പിൻ്റെ ആ കമ്മീഷനിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഞങ്ങൾ ആ കമ്മീഷനിങ്ങിൻ്റെ ദിവസം തന്നെ ഞങ്ങൾ കടലിലോട്ട് പോയി. അതെൻ്റെ അന്നത്തെ നേവൽ ചീഫ് എനിക്കിട്ട ഒരു ചാലഞ്ചായിരുന്നു.
സി ഇഫ് യു ക്യാൻ ട്രൈ സെയിലിംഗ് ഔട്ട് ഓൺ ദ ഡേ. അപ്പോൾ എനിക്ക് ആ അപ്പോയിൻമെൻറ്റ് കിട്ടിയപ്പം തന്നെ അപ്പം നമ്മുടെ മിസ്റ്റർ AK ആൻ്റണിയാണ് വന്നത്, ഡിഫൻസ് മിനിസ്റ്ററായിട്ട് ആ സമയത്ത് ചീഫ് ഗസ്റ്റായിട്ട്. അപ്പം പുള്ളി വന്ന് ഈ കമ്മീഷനിങ് സെറമണി കഴിഞ്ഞു. അപ്പം വേറൊരു സ്ഥലത്തോട്ട് ഒരു സാധനം ഇനോഗ്രേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനായിട്ട്. അപ്പം പുള്ളി തിരിച്ചു വന്നു. ഞങ്ങളെല്ലാവരും കടലിലോട്ട് പോകാനുള്ള വേഷത്തിലോട്ട് മാറി. പുള്ളി ഞങ്ങളുടെ കൂടെയാണ് മീലിലെല്ലാം കഴിച്ചത്. അല്ലെങ്കിൽ സാധാരണ VIPസിൻ്റെ കൂടെ പുറത്തായിരുന്നായിരുന്നു. അപ്പം ഞങ്ങളുടെ കൂടെ ആ മീൽ കഴിച്ചാണ്ട് ഞങ്ങൾ പിന്നെ കടലിലോട്ട് പോയി. കടലിൽ പോയി RM, രക്ഷാമന്ത്രി, CNS ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആൻഡ് കമാൻഡർ ഇൻ ചീഫ് 3 പേരെയും ഡിസംബാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്നിട്ടാണ് പാർട്ടി ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം നമ്മുടെ ഷിപ്പ് ആ കമ്മീഷനിങ് ഡേയിൽ ഓൾറെഡി റെഡി ഫോർ എവറിത്തിങ് എന്നുള്ള ഇതാണ്. അതൊരു വളരെ ഒരു സാറ്റിസ്ഫൈങ്, അതെൻ്റെ ചീഫ് ഇട്ട ചാലഞ്ചാണ്. പക്ഷെ അത് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നൊരു മിക്കവരും അന്നത്തെ ദിവസം സെയിൽ ചെയ്യത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ കുറേ ടെസ്റ്റും ട്രയൽസും ഒക്കെ ചെയ്യാനുള്ള കാണും. അപ്പം അതൊരു വളരെ ഉണ്ട്. പിന്നെ ഇതിനെപ്പറ്റി ഇഷ്ടംപോലെ ഇപ്പം മിസ്റ്റർ AK ആൻ്റണി വന്നപ്പോഴും ആദ്യം പുള്ളി എന്നോട് ചോദിച്ചത്, പേര് കണ്ടപ്പോൾ ആദ്യം ചോദിച്ചത് നേരെ മലയാളത്തിൽ നാട്ടിലെവിടെയാണ്. അപ്പം ഞാൻ പറഞ്ഞു ചങ്ങനാശ്ശേരിയിൽ എവിടെ. അപ്പം ഞാൻ പറഞ്ഞു തുരുത്തി. പുള്ളി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ കരിമറ്റം ബാബുവിൻ്റെ പെങ്ങടെ മോനാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി കെട്ടിപ്പിടിച്ച് പുള്ളി മറ്റവരോടെല്ലാം പറഞ്ഞു അത് പുള്ളിയുടെ വലിയ മനസ്സ്. ഞാൻ ഇവൻ്റെ വീട്ടിലെ കഞ്ഞി കുടിച്ചിട്ടുണ്ടെന്ന്. അത് പുള്ളിയുടെ വലിയ മനസ്സ്. അപ്പം ആ സമയത്ത് എൻ്റെ ഫാദറും അവിടെ ഉണ്ടായിരുന്നു. ഫാദറിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. ഫാദറും അവിടെ ഉണ്ടായിരുന്നു. അപ്പം പപ്പായെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം നേവിയുടെ ചീഫ് പറഞ്ഞു ഞാൻ ഈ കടലിലോട്ട് പോകുമ്പം ഗെറ്റ് യുവർ ഫാദർ ഓൾസോ ഓൺ ബോർഡ്. അപ്പം ഞാൻ ആ സെയിലോട്ട് ചെയ്തപ്പം അപ്പനും കൂടെ ഉണ്ടായിരുന്നു. ആ 4 മണിക്കൂർ ഉണ്ട് തിരിച്ച് വരുമ്പോഴും അപ്പം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. നമുക്ക് മറ്റവർക്ക് ചെയ്ത കാര്യങ്ങൾ നമ്മുടെ താഴെയുള്ളവരും ഇപ്പം നമ്മൾ വല്ലയിടത്തും കാണുമ്പോഴായിരിക്കും അവർ പറയുന്നത്. നമ്മുടെ ആ ഹാബിറ്റിലുണ്ടെങ്കിൽ നമ്മൾ അറിയത്തില്ല. പിന്നെ വല്ലവരും വന്ന് പറയുന്നു സോ യു സ്പോക്ക് ടു മീ ദറ്റ് ഡേ. നമുക്കത് ഓർക്കുന്ന പോലുമില്ല നമ്മളത് ചെയ്തു എന്നുള്ളത് നമ്മുടെ ഒരു പാട്ടാണല്ലോ. അപ്പം സെൻസ് ഓഫ് ഡ്യൂട്ടി, സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ അതൊരു മിക്ക മിലിറ്ററിക്കാർക്കും ഉള്ളതാണ്. നമ്മുടെ കോർ വാല്യൂസ് എന്ന് പറയുന്നത് ഡ്യൂട്ടി, ഓണർ ആൻഡ് കറേജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഡ്യൂട്ടി നമ്മളോട് വേറെ ആരും പറയേണ്ട ആവശ്യമില്ല, ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം ആ ഒരു വാല്യൂ സിസ്റ്റമിലാണ് മിക്ക മിലിറ്ററി ആൾക്കാർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്കും തോന്നി കേട്ടോ. എസ്പെഷ്യലി സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ നമുക്കും ഒരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് ആയിട്ട് തോന്നി. നമ്മളെന്തായാലും ഒരു പാട്ട് കേട്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. കേട്ടുകൊണ്ടേയിരിക്കൂ സർഗീ ക്ഷേത്ര 89.6 FM ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ, പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോറും കരുതലായി കാലത്തിനൊപ്പം തന്നെയാണ് കൂടെയുള്ളത്. ഇന്ന് നമ്മൾ ആർമി ഡേ സ്പെഷ്യൽ ഉയരെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കമ്മഡോർ അനിൽ നമ്മോടൊപ്പം കൂടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ കുറേയധികം എക്സ്പീരിയൻസും കുറേയധികം ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാൻ. സാറിന്റെ ഫാമിലിനെ പറ്റി പറഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ കാര്യം പറഞ്ഞിരുന്നു, അദ്ദേഹം മിലിറ്ററിയിൽ ഒരു ഓഫീസറായിരുന്നു എന്ന്. സോ ഫാമിലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എൻ്റെ അപ്പൻ ആർമിയിലായിരുന്നു. അപ്പൻ ആർമി 62nd എമർജൻസി കമ്മീഷൻ. അപ്പം 1962 ചൈന വാറിൻ്റെ സമയത്താണ് പുള്ളി ജോയിൻ ചെയ്തത്. പുള്ളി ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി പൂനെയിലാണ് ജോയിൻ ചെയ്തത്. പുള്ളി ശരിക്കും ആരെ അറിയിക്കാതെയാണ് മിലിറ്ററി ജോയിൻ ചെയ്തത്. ഒരു അങ്കിളിന് മാത്രം അറിയാമായിരുന്നുള്ളൂ പുള്ളി ജോയിൻ ചെയ്തത്. അല്ലെങ്കിൽ അപ്പൻ ഒരു കെമിസ്ട്രി ടീച്ചറായിരുന്നു. അപ്പം ആ 62 വാറിൻ്റെ യുദ്ധം നടന്ന സമയത്താണ് അപ്പം ആർമി ജോയിൻ ചെയ്യുന്നത്. അപ്പം ഒരു 8-9 years സെർവ് ചെയ്തു. 65 വാർ കണ്ടു, 71 വാറും കണ്ടു. അത് കഴിഞ്ഞ് പുള്ളി പ്രായം കഴിഞ്ഞ ഇച്ചിരി ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത്. അതുകൊണ്ട് പുള്ളി ഒരു വോളണ്ടറി റിട്ടയർമെൻ്റ് എന്ന് പറയുന്നില്ല, ഒരു റിട്ടയർമെൻറ്റ് പോലെ എടുത്തിട്ട് നേവിയിലെ ഒരു സിവിലിയൻ ഓഫീസറായിട്ടായിരുന്നത്. പിന്നെ ആ സർവീസ് കഴിഞ്ഞ് ഒരു 92-ലാണ് പുള്ളി റിട്ടയർ ചെയ്യുന്നത്. അപ്പം പുള്ളിയുടെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ അച്ഛനാവാനുള്ള ഒരിതാണ്. പക്ഷേ നേവി കയറി ഇപ്പം എൻ്റെ മകൻ നേവിയിലാണ്. എനിക്ക് മൂത്ത മോളുണ്ട്. മൂത്ത മോള് അവൾക്ക് സോഷ്യോളജി ഫീൽഡാണ്. അവൾ സെൽക്കോ എന്ന് പറയുന്ന ഒരു കമ്പനി വർക്ക് ചെയ്യുന്നു. സൺ ഇൻ ലോ ടെക് മഹീന്ദ്രയിൽ. അവർ ബാംഗ്ലൂർ ബേസ്ഡാണ്. മോൻ നേവി തന്നെ ജോയിൻ ചെയ്തു. എന്നെപ്പോലെ തന്നെ അതേ സ്കൂളിൽ, മിലിറ്ററി സ്കൂളിൽ പഠിച്ചു, NDAയും പഠിച്ചു. അപ്പം ഞാൻ പറയുന്നത് അവിടെ രാഷ്ട്രീയ മിലിറ്ററി കോളേജിൽ പഠിക്കുന്നിടത്ത് ഞാൻ ചെയ്ത സെക്ഷനിൽ തന്നെ അവൻ ജോയിൻ ചെയ്തത്. NDAയിലും ഞാൻ ഇരുന്ന സ്ക്വാഡൻ, നമ്മൾ ഹൗസ് എന്ന് പറയത്തില്ലേ, അതേ ഹൗസിൽ തന്നെ. അല്ലെങ്കിൽ വീട്ടിൽ വഴക്കുണ്ടാവുമല്ലോ, ഈ ഹൗസാണോ നല്ലതെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നേവി കയറിയിട്ട് അവനിപ്പോൾ ഒരു ഹെലികോപ്റ്റർ പൈലറ്റാണ്. അവൻ കൊച്ചിയിലുണ്ട്.
ഇളയ മോളുണ്ട് 11ാം ക്ലാസ്, അവൾക്കും താല്പര്യം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവൾ NDA എഴുതണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊരു മിലിറ്ററി കുടുംബം. അപ്പോൾ എന്താ അത് പിള്ളേരുടെ ആഗ്രഹം. നമുക്കും ഇതൊരു താങ്ക് യു ആണ് എന്നെ വേ. എന്നാന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ തന്നെ മക്കൾ നമ്മുടെ പ്രൊഫഷനിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പോയെന്ന് വിചാരിക്കാം. നമ്മൾ ഒരു റോൾ മോഡൽ ആക്കാൻ, റോൾ മോഡൽ അല്ലെങ്കിൽ നമ്മുടെ ജോലി നല്ലതായിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവർ നോക്കുന്നത്. നമ്മുടെ ജോലിയെ പറ്റി പോസിറ്റീവായിട്ട് വീട്ടിൽ പറഞ്ഞാൽ പിള്ളേരും ആ രീതിയിലേ കാണത്തുള്ളൂ. ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു പോസിറ്റീവ് രീതിയിൽ എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, എവറി ചാലഞ്ച് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന പോലെ. അപ്പം എനിക്കും അതൊരു വലിയ ദൈവാനുഗ്രഹമായിട്ട് അതുകൊണ്ടെന്ന് മോൻ ജോയിൻ ചെയ്തു. മോക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. അവളുടെ ഇൻട്രസ്റ്റ് കിട്ടട്ടെ. അവൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിൽ വരും, അല്ലെങ്കിൽ വേറെ വല്ലയിടത്തും പോയിരിക്കും. ഉറപ്പായിട്ടും. അപ്പം എന്തായാലും സാറിന്റെ ഫാമിലിയുടെ വിശേഷങ്ങൾ കൂടി അറിഞ്ഞപ്പോൾ ഒരു ഡബിൾ സന്തോഷമായ പോലെ തോന്നുന്നുണ്ട്. താങ്ക് യു. അതിനകത്ത് വൈഫിന്റെ പേരെടുത്തില്ല. വൈഫ് ജെനി ഹോം മേക്കറാണ്, വീട്ടമ്മയാണ്. സോ ഷീ മാനേജസ് ഓൾ ഓഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം. അല്ല, മിലിറ്ററിയിൽ പറയുന്നുണ്ട് ദി മിലിറ്ററി വൈഫ് ഇസ് എ സ്ട്രോങ്ങർ പേഴ്സൺ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കാണത്തില്ലല്ലോ പകുതി സമയത്ത്. അപ്പം കുടുംബം കൊണ്ടുപോകുന്നത് കൂടുതലും അവരുടെ കൺട്രോളിലാണ് കൂടുതലും കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും. നമ്മളില്ലാതെ തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് അവർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, പക്ഷേ അവർക്ക് ചെയ്യേണ്ടിയുണ്ട്. പക്ഷേ ചെയ്യുന്ന ഒരു ഫീൽ അല്ലേ. ഇപ്പം ഫാമിലിയിൽ കുറച്ച് പേരും കൊണ്ടുണ്ട്, കുറച്ച് കസിൻസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിപ്പം മറ്റേ പിള്ളേരെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നു ജോയിൻ ചെയ്യാനായിട്ട്. അതാണ് പോസ്റ്റ് റിട്ടയർമെൻറ്റ്. അതും ഒരു മിഷനായിട്ട് എടുത്തേക്കുന്നത്. കൂടുതൽ പേർക്ക് ഈ ഒരു അറിവ് സ്പെൻഡ് ചെയ്യാനായിട്ട് മിലിറ്ററി ആസ് എ പ്രൊഫഷൻ എന്നുള്ളതിൻ്റെ. ഓക്കെ. അപ്പോൾ എന്തായാലും ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ഞങ്ങൾക്കും തോന്നി കേട്ടോ. എസ്പെഷ്യലി സാറിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആ ഒരു സ്റ്റോറി പറഞ്ഞപ്പോൾ നമുക്കും ഒരു ഹാർട്ട് ടച്ചിങ് മൊമെൻ്റ് ആയിട്ട് തോന്നി. ആൻഡ് ഫൈനലി സാറിന് ഈ ഒരു ആർമി ഡേയിൽ എന്താണ് ഈ ഒരു മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നവർക്ക് കൊടുക്കാനുള്ളൊരു അഡ്വൈസ് ജനറലി? വെരി സിംപ്ലി ബി ബോൾഡ്, ബി ഫേം. നമുക്ക് എന്നാ ആഗ്രഹിക്കാനുള്ള നേരത്തെ ഡിസൈഡ് ചെയ്യുക. ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഈവൻ അതർവൈസ് ഈ ഒരു എക്സ്പീരിയൻസ് ട്രൈ ചെയ്യുന്നത് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. വെരി സിംപ്ലി മിലിറ്ററി ഈസ് എ വേ ഓഫ് ലൈഫ്. ഇറ്റ്സ് എ പ്രൊഫഷൻ ഓഫ് പ്രൊഫഷൻസ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാ ഇതിൻ്റെ എക്സ്പീരിയൻസ് ഈ ഒരു മിലിറ്ററി ലൈഫിൽ കിട്ടും. ഇറ്റ്സ് എ വെരി യുണീക്ക് പ്രൊഫഷൻ. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, ബട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതുമാണ്. അപ്പം നമ്മളത് ഒരു ഡിസിഷൻ്റെ ആവശ്യമേ ഉള്ളൂ, ഒരു സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. സോ പ്ലീസ് ഡു ട്രൈ ആൻഡ് ജോയിൻ ദി ഇന്ത്യൻ ആർമി, ഇന്ത്യൻ നേവി, ഇന്ത്യൻ എയർഫോഴ്സ്, വേർ എവർ ഇറ്റ് ഇസ്. ആൻഡ് ഇറ്റ്സ് നോട്ട്, നമുക്ക് സേവനം എവിടെ വേണമെങ്കിലും ചെയ്യാം, ബട്ട് മിലിറ്ററി എക്സ്പീരിയൻസ് ഇസ് എ വെരി വെരി യുണീക്ക് എക്സ്പീരിയൻസ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ചെയ്തവർക്ക് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. സത്യം, അനുഭവിച്ചവർക്കേ അത് അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഉറപ്പായിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉയരയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിലേക്ക്, ലൈക്ക് ഇനി എന്ത് ചെയ്യണം എന്നുള്ള അറിയാത്തൊരു ഡൗട്ടിലേക്ക് ഒരു ആൻസർ ആയിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മളെ ഈ ഒരു ആർമി ഡേയിലും നമുക്ക് പറയാനുള്ളൊരു അല്ലെങ്കിൽ തരാനുള്ളൊരു ഗിഫ്റ്റ്. സോ എല്ലാവർക്കും നമുക്കൊരു ആർമി ഡേ കൂടി വിഷ് ചെയ്യാം അല്ലേ സർ? ഓക്കെ, വിഷിംഗ് എവരിബഡി എ വെരി ഹാപ്പി ആർമി ഡേ. ജയ് ഹിന്ദ് ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. തീർച്ചയായിട്ടും. യെസ്, ഇന്നെന്തായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും സാറിൻ്റെ ലൈഫിലെ ഏറ്റവും എന്താ പറയുക ഇൻസ്പയറിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് കമോഡോർ നീരിയം പറമ്പിൽ അനിൽ ജോസ് ജോസഫ്, വിശിഷ്ട സേവാ മെഡൽ, ഇന്ത്യൻ നേവി റിട്ടയർഡ് സാറായിരുന്നു. കമോഡോർ അനിൽ, താങ്ക് യു സോ മച്ച് സർ ഫോർ ദ ടൈം. താങ്ക് യു അന്ന. ഇപ്പം അന്നയ്ക്കും എൻ്റെ ഫുൾ നെയിം പറയാനായിട്ട് ഇച്ചിരി പാടുപെട്ടു. അപ്പം ഞങ്ങളുടെ ട്രെയിനിങ് പീരീഡിൽ എന്നാ സംഭവിച്ചൊന്നൊന്ന് വിചാരിച്ചു നോക്കി. എൻ്റെ പേര് കാരണം എൻ്റെ എത്ര ബാച്ച്മേറ്റ്സിന് പണിഷ്മെന്റ് കിട്ടിക്കാണുമെന്ന് വിചാരിച്ചു നോക്കി. അല്ലെങ്കിൽ നമ്മുടെ നിന്റെ ബാച്ച്മേറ്റിൻ്റെ പേര് നിനക്ക് അറിയാൻ മേലെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേർക്ക് കിട്ടിക്കാണുമെന്ന്. അപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സിന് എല്ലാവർക്കും നേരിയമ്പറമ്പിൽ അറിയാം, അനിൽ ജോസഫ് എന്നറിയാം, ചങ്ങനാശ്ശേരി അറിയാം, തുരുത്തി അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുപോലെയാണ് ഒരു മിലിറ്ററി ട്രെയിനിങ്. എനിവേ, താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു ഫോർ ഹാവിംഗ് മീ ഓവർ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ. ഓക്കെ, അപ്പോൾ എന്തായാലും സർഗക്ഷേത്ര 89.6 FM ഇനിയും കിടിലൻ പ്രോഗ്രാംസ് വരുന്നുണ്ട്, അതൊക്കെ കേൾക്കണം. സോ സ്റ്റേ ട്യൂൺഡ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.